Hello dear students, good evening to all and welcome to a new class of physics. So, നമ്മളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു മാരത്തോൺ ഫിസിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സിലാണുള്ളത്. ഓക്കെ, ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ നാളെ വരാൻ പോകുന്ന പല ക്വസ്റ്റ്യൻസും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നാളെ വരാൻ പോകുന്ന പല ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം നാളത്തെ പല ക്വസ്റ്റ്യൻസും ഇന്നത്തെ ലൈവിൽ ഉണ്ടാവും എന്നുള്ളത് 100% ഷുവർ ആയതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഇന്നലത്തെ +2ൻ്റെ ക്ലാസ്സിൽ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. +2 ഫിസിക്സ് വളരെ എളുപ്പമായിരുന്നു, കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു 5 മണിക്കൂർ എടുത്ത് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ നിന്നും മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ ഓരോ ക്വസ്റ്റ്യനെയും നിങ്ങൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓരോ ടോപ്പിക്സ് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സും എന്ത് ചെയ്യും പറയും. അപ്പം നിങ്ങൾ നല്ലതുപോലെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്തിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. ഞാൻ പരമാവധി സ്പീഡിൽ എന്ത് ചെയ്യും, ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിന്ന് പൊളിച്ചടക്കും. റൈറ്റ്? അപ്പോൾ നിങ്ങളെ കോപ്പറേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലേ? എന്താ അവസ്ഥ? എല്ലാവരും നന്നായി കോപ്പറേറ്റ് ചെയ്യടാ. ഫുൾ മാർക്ക് കിട്ടുമോ ചോദിക്കുന്നുണ്ട്. ഫാത്തിമ ദിയ ചോദിക്കുന്നുണ്ട്. റിഷിൽ രാജ് ചോദിക്കുന്നുണ്ട്. ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടുമോ വെച്ചാൽ എന്താ സംശയം? നമ്മൾ ഫുൾ മാർക്ക് തന്നെ വാങ്ങും, ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. ഫുൾ മാർക്ക് വാങ്ങാപ്പോൾ എന്താ വലിയ സംഭവമൊന്നും അല്ല മക്കളെ. ഓക്കെ, നമുക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പം പോലെ ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യമേ ഉള്ളൂ, കാണാതെ പഠിക്കാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ഓരോന്നിനും വാല്യൂ ഉണ്ട്. നിങ്ങൾ ആ എഫേർട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി എത്ര ചാപ്റ്റർ ഉണ്ട് എക്സാമിന്, എത്ര ചാപ്റ്റർ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9ാമത്തെ ചാപ്റ്റർ വരെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് എടുത്തോ ആ രീതിയിലേക്ക് നിങ്ങൾ പോർഷൻസ് നോക്കിയാൽ മതി. ആ രീതിയിലേക്ക് പോർഷൻസ് നിങ്ങൾ കവർ ചെയ്താൽ മതി. ഓക്കെ, ഒരുപാടൊന്നും പഠിക്കേണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് ആണോ നിങ്ങൾക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുക അത്ര ചാപ്റ്റേഴ്സ് വൃത്തിക്ക് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ മക്കളെ? ഒന്ന് കത്തിച്ചാൽ നമുക്ക് തുടങ്ങാം. ചാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ്? പെന്നൊക്കെ ഞാൻ കൂർപ്പിച്ചൊക്കെ സെറ്റാക്കിയാണ്. നിങ്ങളൊരൊറ്റ അനുവാദം മതി നമുക്കിവിടെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്യും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഈ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഓക്കെ? യെസ്. ഓക്കെ, കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാത്തിമ ദിയത കത്തിക്കാൻ തുടങ്ങി. വിനിത രാജൻ കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കത്തിക്കട്ടെ. എല്ലാവരും ഫയർ ഇട്ട് കത്തിച്ചോ. നമ്മൾ ഇതാ തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്റർ ആദ്യമായി നമുക്കറിയാം ഫിസിക്കൽ വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ. ഓക്കെ, യെസ്. റിഷിൽ രാജ് പോർച്ചുഗലിൻ്റെ കൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പോർച്ചുഗലൊക്കെ പുറത്തായിരുന്നു മക്കളെ. ഓക്കെ, നോക്കിയിട്ട് കാര്യമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ടീമൊക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, പുറത്തായാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ലിസൺ. ഓക്കെ, സോ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ശ്രദ്ധിക്കുക, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ പറഞ്ഞത് എന്തായാലും ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലേ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ? ആണ്. സോ ലൈറ്റ് ഇയർ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year വിത്ത് വെലോസിറ്റി 3 × 10⁸ m/s. സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ? ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക?
ആംസ്ട്രോങ് എന്ന് വിളിക്കുക, മാറിപ്പോവരുത്. സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാറ്? ആംസ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസൺ, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ, ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം എർത്ത്. ഓക്കെ, മാറിപ്പോയതാണ്. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ മക്കളെ 10⁻⁻10 മീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംസ്ട്രോങ് എന്ന് വിളിക്കുക. 10⁻⁻10 നമ്മൾ എന്ത് വിളിക്കും? ആംസ്ട്രോങ് എന്ന് വിളിക്കും. റൈറ്റ്? ഓക്കെ, ഇനി അടുത്ത് ലിസൺ, നെക്സ്റ്റ് എന്താണ് ഫെർമി എന്ന് പറഞ്ഞാൽ? ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫെർമി എന്ന് പറയാം. അപ്പം ഈ യൂണിറ്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് 1 ഇയർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം സൺ ടു എർത്ത് ആണ്. പിന്നെ ഫെർമി 10⁻⁻15 മീറ്റർ ആണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ബിക്കോസ് 2020 ചോദിച്ചതാണ്. അപ്പൊ യൂണിറ്റ്സിന്റെ ആ ഒരു സെക്ഷൻ യൂണിറ്റ്സിന് മെഷർമെന്റ് ഓഫ് ലെങ്ത് ടൈം ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ യൂണിറ്റിനെ കുറിച്ച് ഒരു ധാരണ എന്തായാലും വേണം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ മേ ബി ചിലപ്പം ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. മക്കളൊന്ന് പഠിച്ചു വെക്കുക ഈ യൂണിറ്റുകളെ കുറിച്ചിട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോണ നോക്കടാ. ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ ക്യാൻ ബി ചെക്ക്ഡ് യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഇൻ ഡയമെൻഷൻ. മക്കളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഇൻ ഡയമെൻഷൻ. മക്കളെ അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഇൻ ഡയമെൻഷൻസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻ? മക്കളെ ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്താണ്? ദ ഡയമെൻഷണൽ ഫോർമുല ഇതാ സിമ്പിൾ ആയിട്ട്. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS of an equation is equal to dimensional formula of RHS of that equation. Okay, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ ഇത് മക്കളെ ഇത് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറന്നു പോകരുത്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി നോക്കടാ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ, ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ചെക്ക് വെദർ ദ ഇക്വേഷൻ x is equal to ut plus half at square. ഇത് ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലിസൺ, ഇവിടെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് ആദ്യം എഴുതുക. മക്കൾ നോക്കട്ടോ, സ്റ്റെപ്പ് നോക്കിക്കോ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് എഴുതുക. അത് എന്താ മക്കളെ? അത് L ആണ് വരിക. അടുത്ത ഡയമെൻഷണൽ ഫോർമുല ഓഫ് യു ടി നോക്കുക. യുടിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? യുവിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? LT⁻⁻1 ആ, വെലോസിറ്റി ആ. ഇനി ടിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? അത് ടി ആ. അപ്പൊ എന്താ മക്കളെ? T⁻⁻1ഉം T⁻+1ഉം കൂടി എന്താവും? ക്യാൻസൽ ഔട്ട് ആവും. ബാക്കി ആരാ ഉണ്ടാവുക? എല്ലാം ഉണ്ടാവുക അല്ലെ? അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് യു ടി കിട്ടി. ഇനി അടുത്തതായിട്ട് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഹാഫ് AT². അപ്പോ ഹാഫിന് എന്തില്ല? ഡയമെൻഷൻ ഫോർമുല അല്ല. അപ്പൊ AT² എന്താ? എൻ്റെത് LT⁻² ആണ്, T²ൻ്റെത് T² ആണ്. അപ്പൊ T²ഉം T⁻⁻2ഉം കൂടി കട്ടാവുമ്പോ എന്ത് വരുവോടാ? L എന്ന് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂന്നാൾക്കാരുടെയും ഡയമെൻഷൻ ഫോർമുല സെയിം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതും? ഡയമെൻഷണൽ ഫോർമുല ഓഫ് x is equal to dimensional formula of ആരാ? ut is equal to dimensional formula of AT². ഓക്കെ, ഇത് മൂന്നും ഈക്വൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എന്താണ്? according to principle of homogeneity of equation, this equation is dimensionally correct. അപ്പോൾ പ്ലസ് ഇട്ട് വരുന്ന ഇക്വേഷൻ ആവുമ്പോൾ
പ്ലസ് ഇട്ട് വരുന്ന ഇക്വേഷൻ ആവുമ്പോൾ ഇയാളുടെ ഡയമെൻഷൻ ഫോർമുലയും ഇയാളുടെ ഡയമെൻഷൻ ഫോർമുലയും ഇയാളുടെ ഡയമെൻഷൻ ഫോർമുലയും സെയിം ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണ്, ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത എന്താ? The volume of water flowing out through a pipe in a given time is V is equal to K A square UT, where A is area of cross section, U is the speed of flow, T is the time, and K is dimensionless constant. So K എന്തില്ല, ഡയമെൻഷൻ ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആയി വരുന്നത്. നോക്ക്, ആ ക്വസ്റ്റ്യൻ അത് ഇവിടെ ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആ. കെ എ സ്ക്വയർ യു ടി എന്നാ വന്നത് അല്ലേ? അപ്പൊ നോക്കണ മക്കളെ, എന്താ വരിക നോക്ക്. ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദിസ് ഇക്വേഷൻ. ഒരു ഇക്വേഷന്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ഏതാ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ് ആണ്. അത് എഴുതണം. ഞാൻ കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ ആകെ ഒരു ലോയെ പഠിക്കാവുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ് ആണ്. അത് പഠിച്ചു വെക്കണം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻസ് ഓർ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാലും അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ കറക്റ്റ്നെസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും മക്കളെ? നോക്കടാ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി നോക്കും. വിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ നോക്കും. എന്താ വിൻ്റെത്? എൽ ക്യൂബ് ആണ്. എന്താ വി ഡയമെൻഷൻ ഫോർമുല? എൽ ക്യൂബ് ആണ്. അതുപോലെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് നമ്മൾ ആരുടെ നോക്കും? കെ എ സ്ക്വയർ യു ടിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ നോക്കും. അത് നോക്കുന്ന സമയത്ത് എന്താ? കേക്ക് എന്തില്ല, ഡയമെൻഷൻ ഫോർമുല അല്ല. ഇനി ബാക്കി നോക്ക്, എ സ്ക്വയർ. എ എന്ന് പറഞ്ഞ ഏരിയയാണ്. ഏരിയന്റെ എന്താ? എൽ സ്ക്വയറാ. അതിന്റെ സ്ക്വയർ ഉണ്ട്. ഇനി അടുത്ത മക്കളെ നോക്കടാ, യു ടി ആണ്. യു ഉണ്ട് അല്ലേ? യുന്റെ എന്താ? എൽ ടി റേസ് ടു -1 ആണ്. അതുപോലെ ടീൻ്റെ എന്താ? ടീൻ്റെ എന്താ? അത് ടൈമാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. യു സ്പീഡാന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടി എന്താ? ടി തന്നെയാണ് വരിക അല്ലെ? അപ്പൊ ഈ ടിയും ക്യാൻസൽ ഔട്ട് ആവുമ്പോൾ എന്ത് വരും? എൽ സ്ക്വയർ എൽ റേസ് ടു 4 പിന്നെ എൽ എന്നും വരും. ബിക്കോസ് ടി റേസ് ടു -1 ടിയും ക്യാൻസൽ ഔട്ട് ആവും. ഇനി ബാക്കി ആരുണ്ടാവുക നോക്കടാ? എൽ റേസ് ടു 5 എന്നുണ്ടാവും. എന്തുണ്ടാവും? എൽ റേസ് ടു 5. അപ്പൊ ഇതാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് കെ എ സ്ക്വയർ യു ടിന്റെ ഡയമെൻഷണൽ ഫോർമുല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എൽ എച്ച് എസ് നിങ്ങൾ എന്ത് ലാസ്റ്റ് എഴുതും? ലാസ്റ്റ് നിങ്ങൾ എന്ത് എഴുതും? ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി നോട്ട് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്ത്? കെ എ സ്ക്വയർ യു ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. ഓക്കെ ആണോ? റെഡി ആണോടാ? സെറ്റ് ആണോ? യെസ്. സോ നമ്മൾ എന്ത് പറഞ്ഞു? ഈ ഒരു ഇക്വേഷൻ മീൻസ് ഈ ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇത് തെറ്റാണ്. ഈ സാധനം എന്താണ്? തെറ്റാണ്. റെഡി അല്ലേ? ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു മക്കളെ? യെസ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കിട്ടിയാൽ അത് ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. റൈറ്റ്? അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. അത് നാളത്തെ എക്സാമിന് ഉറപ്പിച്ചോ, പബ്ലിക് എക്സാമിന് ഉറപ്പിച്ചോ. അതുപോലെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന കേസ് ഇനി വരാണ്ട്, നമുക്ക് അത് നോക്കാം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു കേസും പഠിക്കാനുണ്ട്. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും പഠിച്ചേ മതിയാവൂ ഈ ചാപ്റ്ററിന്.
ഓക്കെ അല്ലേ? കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം കാര്യങ്ങൾ പഠിക്കും. എക്സാമിനേഷന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ടിപ്സും ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ ഞാൻ പറയും. കൃത്യമായി കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് നാളെ എൻ്റെ അടുത്ത് ഡയലോഗ് കേൾക്കും. ഇത് നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയലോഗ് കേൾക്കാം. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞാലേ എന്നുള്ള ഡയലോഗുകൾ കേൾക്കും. ഓക്കെ അല്ലേ? അപ്പൊ നന്നായി ക്ലാസ്സിൽ എന്ത് ചെയ്യുക, അറ്റൻറ്റീവ് ആയിട്ട് ഇരുന്നാൽ മതി. നാളത്തെ എക്സാം പൊളിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? The centripetal force on a body of mass m and velocity v moving in a circular orbit of radius r is given by mv square by r. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ് മക്കളെ? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ? റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. അപ്പൊ എ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mlt⁻² ആണ്. അടുത്ത്, using the formula of centripetal force, write an equation to find percentage error in centripetal force. മക്കളെ, സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r ആണ്. എറേഴ്സിന്റെ സെക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. എറേഴ്സിന്റെ ആ ഒരു സെക്ഷൻ എന്താക്കിയിട്ടുണ്ട് മക്കളെ? ഒഴിവാക്കിയിട്ടുണ്ട്. എറേഴ്സിന്റെ സെക്ഷൻ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചോളണമെന്നില്ല. പക്ഷെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ. അഥവാ ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ നോക്കടാ, എന്താ അറിയോ? പെർസെൻറ്റേജ് എറർ ഇൻ FC ഈസ് ഈക്വൽ ടു, വളരെ സിമ്പിൾ ആണ്, പെർസെൻറ്റേജ് എറർ ഇൻ M പ്ലസ് 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ V പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ R ആണ്. ഇതാണ് നമ്മളുടെ ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കായി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇക്വേഷൻ ആണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. വാട്ട് ഈസ് പെർസെൻറ്റേജ് എറർ ഇൻ പൊട്ടൻഷ്യൽ എനർജി? ഓക്കെ ആണോ? ദ റൊട്ടേഷൻ സോ റിസ്ക്. പ്ലീസ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണം. ഷുവർ റൊട്ടേഷൻ നമുക്ക് മാക്സിമം ചെയ്യാം കേട്ടോ. ഓക്കെ, so listen, u is equal to mgh ആണെങ്കിൽ what is the percentage error in u എന്ന് ചോദിച്ചാൽ percentage error in mass plus percentage error in g plus percentage error in എന്താണ്? h ആയിരിക്കും. മറന്നു പോവല്ലേ? സിമ്പിൾ എല്ലാം സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The correctness of equation can be checked using principle of homogeneity in dimension. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ. ഇനി ഞാൻ പറയില്ല മക്കളെ, എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. അടുത്ത്, യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണോ അല്ലെന്ന് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ. ആ ഇക്വേഷൻ എന്താ പറയുക നിങ്ങൾക്ക്? F is equal to 2π√L/g ആണ്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് ആദ്യം കാണണം അല്ലേ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് കാണുമ്പോൾ മക്കളെ ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡാ. അപ്പൊ 1/t ആ വരിക. അപ്പൊ നമുക്ക് ഫ്രീക്വൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല t⁻⁻1 എഴുതാം. നൗ വാട്ട് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് 2π√L/g? 2π√L/g ഒരു കാര്യം നമുക്ക് അറിയാം, ആർക്ക് ഡയമെൻഷൻ അല്ല? 2π ഡയമെൻഷൻ അല്ല. ഈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് √L/g കാണണം. സോ വാട്ട് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് √L/g? ഡയമെൻഷണൽ ഫോർമുല ഓഫ് √L/g ഈസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? √L ആവുമ്പോൾ L⁻½ ഉണ്ടാകും. ഇനി ബൈ √g ആവുമ്പോൾ താഴെ g ഉള്ളത്. സോ g മുകളിൽ കയറുമ്പോൾ എന്താവും? g⁻⁻½ എന്ന് വരും അല്ലേ? g⁻⁻½ എന്ന് വരും. g എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം L⁻½ ഡിവൈഡഡ് ബൈ g ന്റെ എന്താ? L⁻⁻² എന്ന് വരും. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ വരിക? പറടാ, ഈ t² മുകളിലേക്ക് കയറുമ്പോൾ എന്താ? t² മുകളിലേക്ക് കയറുമ്പോൾ എന്ത് വരും? t⁻+2 എന്ന് വരും. ഓക്കെ, പിന്നെ കൂടാതെ മുകളിൽ ആരുണ്ട്? L⁻½ ഉണ്ട്. കൂടാതെ താഴെയുള്ള ആ L മുകളിൽ കയറുമ്പോൾ L⁻⁻1 എന്നും വരും. അപ്പൊ എന്താ മക്കളെ വരിക? t² വരും, പിന്നെ L⁻⁻½ എന്നും വരും. ഓക്കെ, ഇതാണ് വരിക. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് √L/g അത് പക്ഷേ എന്തിന്റെ ഇക്വേഷന് സെയിം അല്ല? എന്തിന്റെ ഡയമെൻഷന് സെയിം അല്ല?
ഒരു ഫ്രീക്വൻസി ഡയമെൻഷൻ സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി എന്തല്ല, കൺസിസ്റ്റന്റ് അല്ല, അത് ഇൻകൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ റോങ് ആണ് ഡയമെൻഷനലി നമുക്ക് പറയാൻ പറ്റും. റെഡി? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, the velocity v of a particle depends on time t as v is equal to at square plus bt. മക്കളെ ഒരു ഇക്വേഷൻ നിങ്ങൾ തന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? v is equal to at square plus bt എന്ന ഇക്വേഷൻ തന്നു. എന്നിട്ട് നിങ്ങളോട് പറയാണ് എന്ത് അറിയോ, ഈ ഇക്വേഷൻ ഫൈൻഡ് ദ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെയും എന്ത് കാണണം? യൂണിറ്റ്സും കാണണം, എൻ്റെയും ബിൻ്റെയും എന്തും കാണണം, ഡയമെൻഷൻസും നമ്മൾ കാണണം. സോ ലിസൺ, എന്താ ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി എന്ന് പറയുന്നത് LT⁻⁻1 കാരണം എന്താ? വെലോസിറ്റിയാ. ഇനി ഡയമെൻഷണൽ ഫോർമുല ഓഫ് AT സ്ക്വയറും എന്താകണം? LT⁻⁻1 തന്നെ ആകണം. കാരണം എന്താ? കാരണം ഇവന്റ് ഡയമെൻഷൻ ഫോർമുലയും എന്താവണം? സെയിം ആവണം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി LT⁻⁻1 ആണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് AT സ്ക്വയർ എന്താവണം? LT⁻⁻1 ആവണം അല്ലേ? അപ്പൊ നമുക്കിത് ഇങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഫോർമുല ഓഫ് A ഇൻറ്റു ഡയമെൻഷൻ ഫോർമുല ഓഫ് T സ്ക്വയർ വിൽ ബി ഈക്വൽ ടു LT⁻⁻1. ഇനി എന്താ ഡയമെൻഷൻ ഫോർമുല ഓഫ് A വരിക? LT⁻⁻1 ഡിവൈഡ് ബൈ ടി സ്ക്വയർ എന്ന് വരും. സോ ടി സ്ക്വയർ മുകളിൽ കയറുമ്പോൾ എന്താ മക്കളെ വരിക? പറ. L മുകളിലുണ്ട്, T⁻⁻3 എന്ന് വരും. സോ ഡയമെൻഷൻ ഫോർമുല ഓഫ് എ എന്ത് കിട്ടി? LT⁻⁻3 കിട്ടി. ഇനി അടുത്ത് എങ്ങനെ ചെയ്യാം? വി ഡയമെൻഷൻ ഫോർമുലയും ബി ടിയും സെയിമാ. സോ നമുക്ക് എഴുതാം, എന്തെഴുതാം? ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി ടി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഫോർമുല ഓഫ് വി. വി എന്താ? LT⁻⁻1 ആണ്. ഇനി എന്താ മക്കളെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ആക്കി എഴുതുമ്പോൾ ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഫോർമുല ഓഫ് ടി ഇസ് ഈക്വൽ ടു LT⁻⁻1 എന്ന് വരും. സോ വാട്ട് ഈസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി? ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി ഇസ് ഈക്വൽ ടു LT⁻⁻1 ബൈ ടി വരും. ടി മുകളിൽ T⁻⁻1 അല്ലേ? അപ്പൊ T⁻⁻2 ആവും. സോ LT⁻⁻2 എന്ന് വരികയും ചെയ്യും. സോ ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി എന്താ? LT⁻⁻2. ഡയമെൻഷൻ ഫോർമുല ഓഫ് എ എന്താ? LT⁻⁻3. ഡയമെൻഷൻ ഫോർമുല എല്ലായിടത്തും നമ്മൾ കണ്ടെത്തി. സോ ഈ ഡയമെൻഷൻ ഫോർമുല മീൻസ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഡയമെൻഷൻസ് ഈസിയായി കണ്ടെത്താൻ പറ്റും. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, എൻ്റെയും ബിൻ്റെയും യൂണിറ്റ്സ് എന്താ ചോദിച്ചിട്ടുണ്ട്. എൻ്റെയും ബിൻ്റെയും യൂണിറ്റ്സ് എന്താ? എന്റെ യൂണിറ്റ് എന്താ വരിക? മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് എന്നാ വരിക. ബിന്റെ യൂണിറ്റ് എന്താ വരിക? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാ വരിക. മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണ് ബി, സോറി എ. ബി എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എറേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സമ്മും അതുപോലെ ഡിഫറൻസും എറേഴ്സിൽ എങ്ങനെ വരും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എറേഴ്സ് ഒഴിവാക്കിയ പോർഷനിൽ വരുന്നതാട്ടോ. നോക്കടാ, ഈ രണ്ട് ലെങ്ത്തിന്റെയും സം എടുക്കാൻ പറഞ്ഞാൽ L1 പ്ലസ് L2 എടുക്കാൻ പറഞ്ഞാൽ 20 പ്ലസ് 15 ചെയ്യുക, പ്ലസ് ഓർ മൈനസ് 0.5 പ്ലസ് 0.2 ചെയ്യുക. ആൻസർ 35 പ്ലസ് ഓർ മൈനസ് 0.7 ആണ് വരിക. ഇനി ഡിഫറൻസ് എന്താ വരിക? L1 മൈനസ് L2 എന്താ വരിക? 20 മൈനസ് 15 പ്ലസ് ഓർ മൈനസ് 0.5 പ്ലസ് 0.2 തന്നെ. അതാ ഇവിടുത്തെ പ്രത്യേകത. ഡിഫറൻസ് ആണെങ്കിലും എറേഴ്സിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണ് വേണ്ടത് എന്നുള്ള കോൺസെപ്റ്റാ. അപ്പൊ മക്കളെ നോക്കടാ, എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 15 ഈസ് 5 പ്ലസ് ഓർ മൈനസ് 0.7 തന്നെ വരിക കേട്ടോ. ഓർത്ത് വെക്കുക, ഇത് രണ്ടും സെയിം ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സമ്മിലും ഡിഫറൻസിലും ഒക്കെ എന്താ? എറേഴ്സ് ആഡ് ചെയ്യപ്പെടുക ചെയ്യുക. 6th ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഡയമെൻഷണൽ എന്താ പറയാ, ഡയമെൻഷണൽ കൺസിസ്റ്റൻസി വെച്ചിട്ട് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ള കുറെ ടൈപ്പ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ആ ടൈപ്പ് ഇക്വേഷൻ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ചെയ്യേണ്ട, കാരണം അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ. സോ എന്താ? വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. എടാ വെലോസിറ്റിയും ടെമ്പറേച്ചറും ആഡ് ചെയ്യാൻ പറ്റുമോ? 3 ചക്ക പ്ലസ് 2 മാങ്ങ എന്താ?
3 ചക്ക പ്ലസ് 2 മാങ്ങ തന്നെ, അല്ലാതെ നമുക്കത് ആഡ് ചെയ്യാൻ കഴിയൂല. 3 ചക്ക പ്ലസ് 2 ചക്കയാണെങ്കിലോ 5 ചക്ക എന്ന് എഴുതാം, ശരിയല്ലേ? 5 ചക്ക. എന്താ ജിക്ക് റൂട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. 1 സെക്കൻഡ്. ഈ ക്വസ്റ്റ്യനെ ഡൗട്ട് അല്ലേ? ലിയോ കണ്ടോ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ജിക്ക് റൂട്ട് ഇല്ലേ ചോദിക്കുന്നുണ്ട്. യെസ് ജിക്ക് റൂട്ട് ഇല്ലേ എന്ന് ചോദിച്ചു. യെസ്, നമ്മൾ ഇടാൻ മറന്നു. സോറി. ഓക്കെ, സോ എന്നാലും ആൻസർ ഇല്ല എന്ന് തന്നെ വരും കേട്ടോ. അത് ജിക്ക് എന്തുണ്ട്, റൂട്ട് ഉണ്ടാവുമ്പോൾ ഹാഫ് ഉണ്ടാവും. സോ എൽ റേസ് ടു ഹാഫ് ആണ്. സോ ആര് കട്ടാവും? ഓക്കെ, സോറി. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഇത് പറ്റിയിട്ടുണ്ട്. ഇവിടെ നോക്ക്, ലിസൺ. ജിക്ക് എന്തുണ്ട്? ജിക്ക് റൂട്ട് ഉണ്ട് അല്ലേ? ജിക്ക് റൂട്ട് ഉണ്ടാകുമ്പോൾ മുകളിൽ എൽ റേസ് ടു ഹാഫ്, താഴെ എൽ റേസ് ടു ഹാഫ് ടി റേസ് ടു -1 എന്ന് വരും. ഈ എൽ റേസ് ടു ഹാഫ് കട്ടാകുമ്പോൾ ഇത് മുകളിൽ കയറുമ്പോൾ ടി റേസ് ടു 1 എന്ന് വരും അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, ടി റേസ് ടു 1 വരും. സോ ഫ്രീക്വൻസിയും അതുപോലെ എന്താണ് ഡയമെൻഷൻ ഫോർമുല ഓഫ് റൂട്ട് എൽ ബൈ ജി എന്തല്ല? സെയിം ആണോ? അല്ലല്ലോ. യെസ്, അല്ല. ബിക്കോസ് ഫ്രീക്വൻസിന്റെ ടി റേസ് ടു -1 ആണ്, ഇവിടെ എന്താണ് ടി റേസ് ടു +1 ആണ്. സോ രണ്ടും എന്തല്ല? സെയിം അല്ല. അതുകൊണ്ട് എന്തല്ല, ഈ ഇക്വേഷൻ എന്തല്ല, ഡയമെൻഷനലി എന്തല്ല, കൺസിസ്റ്റന്റ് അല്ല. ഈ ഇക്വേഷൻ റോങ് ആണെന്ന് പറയാം കേട്ടോ. യെസ്, ഫൈൻ. ഓക്കെ, അപ്പൊ താങ്ക് യു ലിയോ, താങ്ക് യു. ക്ലാസ് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അവിടെ നോക്ക്, ചെക്ക് ദ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ വെലോസിറ്റി ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് ലോയുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിസൺ, ഇത് ഏത് ലോയുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ ലോ എങ്ങനെ പഠിക്കാനുള്ളൂ. ഏതാ ഒറ്റ ലോ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻ. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? വെലോസിറ്റിയും ടെമ്പറേച്ചറും എന്ത് ചെയ്യാൻ പറ്റൂല, ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അടുത്തത് യെസ്, റിഷിൽഡ് എന്ത് ചോദിക്കുന്നുണ്ടല്ലോ, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ റൂട്ട് പോക്കാൻ? എങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ റൂട്ട് പോയടാ? ഈ റൂട്ട് പോവണമെങ്കിൽ നമ്മൾ സ്ക്വയർ ചെയ്താലേ റൂട്ട് പോവുള്ളൂ കേട്ടോ. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഒരിക്കലും റൂട്ട് എന്ത് ചെയ്യില്ല, പോവില്ല. സ്ക്വയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, റൂട്ട് പോവുക കേട്ടോ റിഷിൽ. ഓക്കെ, യെസ്. ഓക്കെ, റൈറ്റ്. നോക്കടാ. അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പി പ്രഷർ ആണ്, വി വോളിയം ആണ്, എഫ് ഫോഴ്സ് ആണ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ ചെക്ക് ചെയ്യണം. സോ പി പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താടാ? ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല mL(T)⁻² ആണ്. ഏരിയന്റെ എന്താ? L². അപ്പോൾ ഒരു എല്ലും കട്ടപ്പം എന്താ? mL(1) T⁻² എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നൗ അപ്പോൾ പ്രഷറിന്റെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡയമെൻഷൻ ഫോർമുല ഓഫ് പി വി നോക്കാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് പി വി എന്താ? ദാറ്റ് ഈസ് mL(1) T⁻² into V വോളിയം L³ ആണ് is equal to mL. L⁻⁻1 L³ എന്താ? L² T⁻² വരും അല്ലേ? ഇതാണ് പി വിന്റെ എന്ത് ഡയമെൻഷണൽ ഫോർമുല. ഇനി നമുക്ക് എന്ത് വേണം? എഫ്എക്സിന്റെ വേണം. വാട്ട് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ്എക്സ്? എഫ്എക്സിന്റെ എന്താ മക്കളെ നോക്കടാ? mL(T⁻²) ഫോഴ്സിന്, എക്സിനോ L. സോ എല്ലും L². സോ mL² T⁻² എന്ന് വരും. സോ ഈ രണ്ട് ഡയമെൻഷൻ ഫോർമുലാസും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കൺസിസ്റ്റന്റ് ആണ്, ഡയമെൻഷനലി കറക്റ്റ് ആണ്. റൈറ്റ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതെന്നെ ചോദിക്കുന്നത് അല്ലേ? ഡയമെൻഷണൽ കൺസിസ്റ്റൻസി തന്നെയാ ചോദിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നോക്കടാ, ഇവിടെ നോക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഒരു ടൈപ്പും കൂടി ചെയ്താൽ ഏകദേശം ഈ ചാപ്റ്റർ എന്നുള്ള നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസുമായി. ഇവിടെ നോക്കിക്കേടാ, എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മാസ്, വെലോസിറ്റി, റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞ അറിയോ? ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാ പറഞ്ഞു അല്ലേ? നിങ്ങളോട് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാൻ പറഞ്ഞു. ഓക്കെ, യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പൊ അത് കാണാൻ
നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ നോക്കടാ? സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം നിങ്ങൾ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഴുതി വെക്കുക. പാരലാക്സ് ഡിലീറ്റഡ് ആയിട്ട് ചോദിക്കേണ്ടതാണ്, പാരലാക്സ് ഡിലീറ്റഡ് ആട്ടോ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതൊക്കെ ഒന്ന് മാസ്, പിന്നെ വെലോസിറ്റി, പിന്നെ റേഡിയസ്. അത് നേരത്തെ അങ്ങോട്ട് എഴുതുക. മാസ് റേസ് ടു എ എഴുത്, വി റേസ് ടു ബി എഴുത്, ആർ റേസ് ടു സി എഴുതി. ഇനി നോക്കടാ, എഫ് സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ കോൺസ്റ്റന്റ് ഇൻറ്റു എം റേസ് ടു എ വി റേസ് ടു ബി ആർ റേസ് ടു സി എന്ന് എഴുതാം. എന്നിട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് പുട്ട് ദിസ് ഇക്വേഷൻ നമ്പർ 1. എന്നിട്ട് എൽ എച്ച് എസ് ഡയമെൻഷൻ ഫോർമുലയും ആർ എച്ച് എസ് ഡയമെൻഷൻ ഫോർമുലയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എഫ് സിന്റെ എന്താ? എം എൽ ടി റേസ് ടു മൈനസ് 2 ഇസ് ഈക്വൽ ടു കെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഡയമെൻഷനില്ല. അപ്പോൾ ഇനി അടുത്താര എം റേസ് ടു എന്ത് വരും? എ. അടുത്താര വി എന്താ? എൽ ടി റേസ് ടു മൈനസ് 1 റേസ് ടു ബി വരും. അടുത്താര ആർ, അത് എൽ റേസ് ടു സി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം റേസ് ടു എ വരും, പിന്നെ എൽ റേസ് ടു ബി വരും, പിന്നെ എൽ റേസ് ടു ബി വരും, എൽ റേസ് ടു സി വരും. അപ്പം എന്താ? എൽ റേസ് ടു ബി പ്ലസ് സി, പിന്നെ ടി റേസ് ടു മൈനസ് ബിയും വരും. കഴിഞ്ഞു. സോ ദിസ് ഈസ് എം എൽ ടി റേസ് ടു മൈനസ് 2. നിങ്ങൾ നോക്കുക, കണ്ണ് തുറന്ന് നോക്കുക. ഇത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എം റേസ് ടു 1 ആണ്, എം റേസ് ടു എ ആണ്. ഇത് രണ്ടും ഈക്വൽ ആവണം. സോ എ ഇസ് ഈക്വൽ ടു എന്താവണം? 1 ആവണം. സോ എ വിൽ ബി 1. അടുത്തത് ഈക്വൽ ആവണമെങ്കിൽ ബി പ്ലസ് സിയും ഇവിടുത്തെ 1ഉം എന്താവണം? ഈക്വൽ ആവണം. സോ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 എഴുതാം. അടുത്തതായിട്ട് ടി റേസ് ടു മൈനസ് ബി, ടി റേസ് ടു മൈനസ് 2, മൈനസ് ബിയും മൈനസ് 2 എന്താവണം? ഈക്വൽ. സോ മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് 2. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ബി? ബി ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ബി 2 ആണെങ്കിൽ സി എന്താ മക്കളെ വരിക? 1 മൈനസ് 2 മൈനസ് 1 എന്ന് വരും. അപ്പം നമുക്ക് ബി കിട്ടി, സി കിട്ടി, എ എന്താ? 1 എന്ന് കിട്ടി. നേരെ ഈ വാല്യൂസ് എടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1ലേക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് സി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ അല്ലേ? എം റേസ് ടു 1 വരും. പിന്നെന്താ മക്കളെ നോക്കടാ? വി റേസ് ടു ബി അല്ലേ? ബി എന്താ? 2 എന്ന് വരും. പിന്നെ ആർ റേസ് ടു സി അല്ലേ? ആർ റേസ് ടു മൈനസ് 1 വരും. വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഉണ്ട്, എം ഉണ്ട്, വി സ്ക്വയർ ഉണ്ട്, ബൈ ആർ ഉണ്ട്. സോ എഫ് സി ഇസ് ഈക്വൽ ടു കെ എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. കെന്റെ വാല്യൂ 1 കൊടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേക്ക് 1 കൊടുത്താൽ എഫ് സി ഇസ് ഈക്വൽ ടു വി ഗോട്ട് ദ എക്സ്പ്രഷൻ എം വി സ്ക്വയർ ബൈ ആർ ഈസ് ദ റൈറ്റ് ആൻസർ. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആടാ. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണോ? സെറ്റാണോ? ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്ന രീതിയും ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്ന രീതിയും, ഈ 2 കാര്യങ്ങളുമാണ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് പാരലാക്സ് മെത്തേഡ് ആണ്. സോ പാരലാക്സ് മെത്തേഡ് നിങ്ങൾക്ക് സിലബസിലില്ല. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. വേഗം കമൻറ്റ് ചെയ്യടാ. ഓക്കെ ആണോ അല്ലേ? പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വേ നോക്ക്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിലേക്ക് കടക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ അല്ലേ? വേം പറ. കമൻറ്റ് ചെയ്യുക. വേം പറ. റെഡി? യെസ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. യെസ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒഴിവാക്കിയ ഭാഗങ്ങൾ നോക്കട്ടാ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ മെഷർമെന്റ് ഓഫ് ലെങ്ത്, മെഷർമെന്റ് ഓഫ് മാസ്, മെഷർമെന്റ് ഓഫ് ടൈം, അക്യുറസി, പ്രിസിഷൻ, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എറേഴ്സ് ഇൻ മെഷർമെന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കാര്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്ററിന് പൊസിഷന്, പാത്ത് ലെങ്ത്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ എന്താക്കിയിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ വരും കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഫൈൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം മോഷൻ if it covers equal distances in equal intervals of time. ഒരു ബോഡി ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം മോഷനിലാന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത്
Draw the velocity time graph of an uniformly accelerated motion. ഒരു ബോഡി യൂണിഫോം ആക്സിലറേഷനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പറഞ്ഞു. മക്കളെ നോക്കടാ, യൂണിഫോം മോഷനിൽ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂണിഫോം മോഷനാണ്, വെലോസിറ്റി എന്താണ്, യൂണിഫോം ആക്കി കൺസിഡർ ചെയ്യണം അല്ലേ. സോ ഇവിടെ വെലോസിറ്റി കാണിക്കാം, ഇവിടെ എന്ത് കാണിക്കാടാ, ടൈം കാണിക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. യൂണിഫോം മോഷൻ ആകുമ്പോൾ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ടൈമിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യരുത്, വെലോസിറ്റി മാറാൻ പാടില്ല. സോ ഗ്രാഫ് നമ്മൾ പറഞ്ഞു. യൂസിങ് ദ ഗ്രാഫ്, ഓക്കെ, യൂണിഫോം മോഷൻ ആണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്, ശ്രദ്ധിക്കണം. യൂണിഫോം ആക്സിലറേഷൻ സോറി. സോ യൂണിഫോം ആക്സിലറേഷൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കും മക്കളെ പറ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം, അത് കറക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാം, അത് കറക്റ്റാണ്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിലാണ് എങ്ങനെ കാണിക്കേണ്ടത്, ലൈക്ക് ദിസ്, ഇങ്ങനെ കാണിക്കേണ്ടത്. യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏത് കാണിച്ചാലും എന്താണ്, കറക്റ്റാണ്. ഞാൻ ദാ ഇത് കാണിക്കാം. ഓക്കെ അല്ലടാ. ഇനി ഇത് വെച്ചിട്ട് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ എന്ത് കാണണം, എക്സ് ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. അത് ശരിക്കും നമ്മൾ പഠിച്ചില്ലേ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ, യെസ്. അപ്പൊ നോക്കടാ, ഇവിടെ നമ്മൾ എങ്ങനെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കാണുക എന്ന് ചോദിച്ചാൽ എസ് കാണടാ, ഇതിൻ്റെ അടിയിലേക്കുള്ള ഏരിയ അങ്ങ് എടുക്കുക. എന്തെടുക്കുക, ഈ ഏരിയ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതിനടിയിലേക്കുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, നമുക്ക് മനസ്സിലായി. സോ നോക്കടാ, ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ശ്രദ്ധിക്ക്. സോ ഏരിയ ഞാൻ രണ്ട് രീതിയിലേക്ക് ആദ്യം ഈ ഏരിയ എടുക്കും, പിന്നെ മുകളിലത്തെ ഏരിയ എടുക്കും. ആ ഏരിയ എടുക്കാൻ വേണ്ടി നിൽക്ക്, ഇവിടെ നോക്കടാ, ശ്രദ്ധിക്ക്. ഇവിടെ യു, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി യു. ഈ വെലോസിറ്റി ആണ് മക്കളെ എന്ത്, ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, ഫൈനൽ വെലോസിറ്റി വി. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ്, സോ ഇവിടെ വെലോസിറ്റി എഴുതാം. ഓക്കെ, ഇവിടെ ടൈം എഴുതാം. ഓക്കെ, സോ യുവും വിയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്ത മക്കളെ ഇതാണ് എന്ത് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടി. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കാണാൻ, വാട്ട് ഈസ് ദിസ് ലെങ്ത്, ദാറ്റ് വിൽ ബി യു. What is this length? That is v. So what is this length? v minus u ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, റൈറ്റ്. ഇനി നമുക്ക് ഏരിയ കാണണം. സോ എസ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ എന്താ മക്കളെ നോക്ക്, രണ്ട് ഏരിയാസ് ഉണ്ട് അല്ലേ. ഒന്നെന്താണ്, ഒന്ന് ഈ ഏരിയ ആണ്. ആ എങ്ങനെ കിട്ടുക, യു ഇൻറ്റു ടി അടിച്ചാൽ മതി. അപ്പൊ എന്താടാ, യു ഇൻറ്റു ടി പ്ലസ് അടുത്തെന്താ, ഈ ഏരിയ കാണണം. ഏത് ഏരിയ, ദിസ് ഏരിയ. ആ ഏരിയ എങ്ങനെ കാണുക, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പൊ എന്ത് വരൂടാ, ഹാഫ് ഇൻറ്റു ബി എത്ര, ടി ആ ബി, ടി അല്ലടാ ബി വരിക, ഇതല്ലേ ഇത് വരിക. ഓക്കെ, ബേസ് ടി ആ വരിക അല്ലേ, ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് വരിക. സോ എച്ച് വി മൈനസ് യു ആണ്, ഇസ് ഈക്വൽ ടു ആക്സിലറേഷന്റെ ഇക്വേഷൻ ഉണ്ട്, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഫ്രം ഹിയർ വാട്ട് ഈസ് വി മൈനസ് യു, ദാറ്റ് ഈസ് എ ടി. അപ്പൊ വി മൈനസ് യുക്ക് നമുക്ക് എന്ത് കൊടുക്കാം, എ ടി എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. ഇതാണ് മക്കളെ എന്തിന്റെ എക്സ്പ്രഷൻ, ദ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേടാ, റെഡി അല്ലേ, യെസ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. സോ മക്കളെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോടാ? Ready? Okay. വേഗം ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, ദിസ് ഈസ് നോട്ട് ജിലേബി, ദിസ് ഈസ് പരിപ്പ് വട കേട്ടോ, നോട്ട് ജിലേബി.
ചൂടുള്ള പരിപോളാണ്. ഓക്കെ ഓക്കെ ആണോ? യെസ് 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 യെസ്. ഇനി മക്കളെ ഇതിന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ. The slope of position time graph of uniform motion is അടാ യൂണിഫോം മോഷനിൽ അല്ലേ എന്താണ്? യൂണിഫോം മോഷൻ ആണ്. ലിസൺ, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം എടാ പഠിക്കടാ. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് എടുത്താൽ കിട്ടുക വെലോസിറ്റി ആണ് കിട്ടുക. എന്താ കിട്ടുക? വെലോസിറ്റി ആണ് കിട്ടുക കേട്ടോ. യെസ് 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 യെസ്. അപ്പൊ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് ഈസ് നെക്സ്റ്റ്? Velocity time graph of a ball thrown vertically upwards with an initial velocity is shown in figure. ഒരു ബോള് നമ്മൾ എങ്ങോട്ടേക്ക് എറിയാടാ? മുകളിലേക്ക് എറിയാണ്. വിത്ത് വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി എറിയുമ്പോൾ ഈ ബോൾ എന്ത് ചെയ്യടാ? മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് മുകളിലെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യും? താഴേക്ക് അത് മൂവ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ. അങ്ങനെ ഈ ബോൾ ഇങ്ങനെ മുകളിലേക്ക് പോയി ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താകും? 0 ആവും. പിന്നെ അത് താഴേക്ക് മടങ്ങി വരും. അപ്പോൾ ഈ ബോള് മുകളിലേക്ക് പോകുമ്പോഴുള്ള വെലോസിറ്റി നമ്മൾ എന്താക്കിയെടുക്കുന്നു? പോസിറ്റീവ് ആക്കി എടുക്കുമ്പോൾ താഴേക്ക് വരുമ്പോഴുള്ള വെലോസിറ്റി നമ്മൾ എന്താക്കിയെടുക്കും? നെഗറ്റീവ് ആക്കി എടുക്കും. അങ്ങനെ ഗ്രാഫ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തേ. ടൈം 0 ആകുമ്പോൾ വൺ സെക്കൻഡ്, ഇവിടെ സീരിയോ ഓപ്പൺ ആയിട്ട്. യെസ്. അപ്പോൾ ലിസൺ, ടൈം 0 ആകുന്ന സമയത്ത് വെലോസിറ്റി 100 അല്ലേന്ന്. അപ്പൊ നമ്മൾ എറിയുന്ന സമയത്ത് എത്ര വെലോസിറ്റി? 100. സോ ഈ സാധനം ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും. സോ വെലോസിറ്റി കുറഞ്ഞ് എന്തായടാ? 0 ആയി. അപ്പോൾ ഈ ബോഡി ഇപ്പൊ എവിടെ എത്തി? ഈ ബോഡി ഇപ്പോ ഇവിടെ എത്തി. ഇനി ആ ബോഡി താഴേക്കാ വരുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആകും. അതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആകും എന്ന് പറഞ്ഞാൽ അവൻ്റെ താഴേക്ക്, ഇനി വെലോസിറ്റി താഴേക്ക് ഇറങ്ങിയാ പോവാല്ലേ? താഴേക്ക് നെഗറ്റീവ് ആയിട്ട് അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരും. അപ്പൊ താഴേക്ക് ഇങ്ങനെ കൂടി വന്നു. അപ്പൊ ഞാൻ ബ്ലൂയിൽ കാണിച്ചത് എന്താണ്? അപ്വേർഡ് മോഷൻ. റെഡിൽ കാണിച്ചത് എന്താണ്? ഡൗൺവേർഡ് മോഷൻ. അത് താഴെയാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി നോക്ക്. What is the magnitude of initial velocity of the ball? Initial velocity plus 100 meter per second. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ടൈം 0 ആകുമ്പോഴാണ് വരിക. 100 എന്ന് പറഞ്ഞാൽ ടോപ്പിലെ ഹൈറ്റ് അല്ല മോനെ. 100 എന്ന് പറഞ്ഞാൽ നമ്മൾ എറിഞ്ഞ വെലോസിറ്റി ആണ്. ഓക്കെ അല്ലേ? റെഡി? യെസ്. ഓക്കെ. നൗ ലിസൺ. ഇനി calculate the distance traveled by the ball during 20 seconds from the graph. ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് കവേർഡ് കാണണം. എപ്പം? 20 സെക്കൻഡ്സിലുള്ള ഡിസ്റ്റൻസ് കവേർഡ് നമുക്ക് എന്ത് ചെയ്യണം? കാണണം. അത് കാണൽ എങ്ങനെ ചോദിച്ചാൽ മക്കളെ നോക്കടാ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ ഞാൻ A1 എന്ന് വിളിക്കുക, ഈ ഏരിയ ഞാൻ A2 എന്ന് വിളിക്കുക. അത് നെഗറ്റീവ് ക്വാഡ്രന്റിലുള്ള ഏരിയ ആണ് താഴെയുള്ളത് അല്ലേ? മുകളിലത്തെ എന്താണ്? പോസിറ്റീവ് ക്വാഡ്രന്റിലെ ഏരിയയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഏരിയ A2 ആണെങ്കിൽ A1 പ്ലസ് A2 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. A1 മൈനസ് A2 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കവേർഡുമായിരിക്കും. പഠിച്ചോ മക്കളെ? യൂസ് ആകും, ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് 20 സെക്കൻഡിലെ. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആവുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഏരിയ ആദ്യം കാണുക. ആ ഏരിയ പിന്നെ മറ്റേ ഏരിയയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 10 ആക്കി എടുത്തു. അപ്പൊ എന്താ? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് 100 പ്ലസ് ഇനി ഈ ഏരിയ അവിടെ ബേസ് ഇത് 10 ആണ്, ഈ ഹൈറ്റ് 100 ഓക്കെ. സോ ഓഫ് ദ പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു
100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 5 ആണ്, ഇത് 5 ആണ്, 500 500 1000 ആണ്. സോ ആൻസർ 1000 മീറ്റർ ആണ് ഇയാൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കവേർഡ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചതെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് 2 ഏരിയയും കൂടി ആഡ് ചെയ്യല്ല വേണ്ടി, രണ്ടും കൂടി നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ക്ലിയർ അല്ല? അപ്പൊ 0 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ, ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? റെഡിയാണോ? ഇനി ഈ ഗ്രാഫിൽ നിന്നും എന്ത് കാണാൻ ചോദിച്ചിട്ടുണ്ട്? ആക്സിലറേഷൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടിട്ട് അഡീഷൻ ചെയ്താൽ മതി. ഏത് സ്ലോപ്പ് അല്ല, ഏരിയ കേട്ടോ. ഓക്കെ, സോ ഇവിടുന്ന് നിങ്ങളോട് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങളോട് എന്താ ചോദിച്ചത്? നിങ്ങളോട് ചോദിച്ച് ആക്സിലറേഷൻ കാണാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കടാ, ഒരു ഗ്രാഫ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. കയറി പോവുകയാണെങ്കിൽ അതിൻ്റെ ഈ ആംഗിളിന്റെ സ്ലോപ്പ് എടുക്കുക, tan θ എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഒരു സംശയം വേണ്ട, ഈസി ആയിട്ട് കിട്ടും. എന്നാൽ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ, ഗ്രാഫ് വരുന്നതെങ്കിലോ, വെലോസിറ്റി ടൈം ഗ്രാഫ് താഴേക്ക് ഇറങ്ങി വരുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾ ഈ ആംഗിളിന്റെ സ്ലോപ്പ് എടുക്കുക, അതിന് നെഗറ്റീവ് എന്ന് കൊടുക്കുക. സോ ഇവിടെ ആക്സിലറേഷൻ വരിക -tan θ ആണ് വരിക. മക്കളെ മറന്നു പോവല്ലേ? ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നേരെ tan θ എടുത്താൽ മതി. എന്നാൽ ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഓഫ് tan θ എന്ന് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? ആക്സിലറേഷൻ കിട്ടൂ. എന്നാൽ ആ കോൺസെപ്റ്റ് ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ മക്കളെ നോക്കടാ, ഈ ആംഗിളിൽ ഞാൻ θ കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കാണുന്നു. വാട്ട് ഈസ് A is equal to -tan θ. That is equal to minus. What is tan θ? ഇത് ബൈ ഇതല്ലേ? അപ്പൊ എന്താ? -100/10. Answer is -10 meter per second square is the right answer. Simple question. Okay അല്ലേടാ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. Four pairs of initial and final position of body along x-axis are given. Which pair gives a positive displacement? ഇതിൽ ആരാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ തരിക? ഈ തന്നതൊക്കെ പൊസിഷൻസ് ആണ്. ഇതൊരു പൊസിഷൻ, ഇത് വേറെ പൊസിഷൻ, ഇതൊരു പൊസിഷൻ, ഇത് വേറെ പൊസിഷൻ, ഇതൊരു പൊസിഷൻ, ഇത് വേറെ പൊസിഷൻ, ഇതൊരു പൊസിഷൻ, ഇത് വേറെ പൊസിഷൻ. ഇതിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്? നോക്കടാ, നോക്ക്. ഇത് നമ്പർ ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ -0, ഇത് -10, ഇത് +15. സോ ഇവിടുന്ന് പോയത് -10 നിന്ന് 15ലേക്ക്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്താ? പോസിറ്റീവ്. ഇത് കറക്റ്റാണ്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യമുള്ളത് -5. സോ ഇവിടെ -5. അടുത്തുള്ളത് -12. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ പോയത്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? നെഗറ്റീവ്. സോ ഇതല്ല. ഓക്കെ, ഇതല്ല. അടുത്ത് 2 -5, 2 ഇവിടെ -5 ഇവിടെ. സോ ഇങ്ങോട്ട് ഇതും എന്താ? നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റാ. അടുത്ത് 2 1 പറഞ്ഞാൽ ഇത് 2, ഇതോ 1. സോ ഡിസ്പ്ലേസ്മെന്റ് ലെഫ്റ്റിലേക്ക്. സോ ഇതുമല്ല, ഇതുമല്ല. സോ ആൻസർ ഈസ് -10 + 15. ഇതാണെങ്കിൽ -10 നിന്ന് +15ലേക്ക് പോവുകയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. കാരണം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് പോണത്. റൈറ്റ്? ആ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നെക്സ്റ്റ്? ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 ഒബ്ജെക്ട്സ് A and B are shown below. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൗ വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ പൊസിഷൻ, ഇവിടെ ടൈം ആണെങ്കിൽ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. എന്തെടുത്താൽ? സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. ഇനി ആർക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി എന്നാ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ള ആൾക്ക് കൂടുതൽ വെലോസിറ്റി. ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ആർക്കാണ്? എക്ക്.
അതുകൊണ്ട് എക്ക് എന്താണ് കൂടുതൽ വെലോസിറ്റി. സോ വി എ, അല്ലെങ്കിൽ വി എ എഴുതണമല്ല, എ എന്ന് എഴുതിയാലും മതി. എ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി. വെലോസിറ്റി ഓഫ് എ ബൈ വെലോസിറ്റി ഓഫ് ബി ആണ് കാണാൻ പറഞ്ഞത്. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് എ ബൈ വെലോസിറ്റി ഓഫ് ബി? എന്റെ വെലോസിറ്റി ബൈ ബിന്റെ വെലോസിറ്റി. എന്റെ വെലോസിറ്റി എന്താടാ? tan 60. ബിന്റെ വെലോസിറ്റി എന്താടാ? tan 30. ഓക്കെ അല്ലേ? സോൾവ് ചെയ്ത ആൻസർ ആയി. tan 60 എന്താ? sin 60 √3/2 by 1/2. സോ √3 ഉണ്ടാവും ബൈ tan 30 sin 30 by √3/2. സോ ആൻസർ എന്തുണ്ടാവും? 1/√3 ഉണ്ടാവും അല്ലേ? 1/√3 ഉണ്ടാവും. സോ ആൻസർ ഈസ് 3. അപ്പൊ റേഷ്യോ ആയിട്ട് പറയുകയാണെങ്കിൽ VA is to VB is equal to 3:1. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഓക്കെ ആണോടാ? ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണോ? യെസ് ഓർ നോ? വേംപറ. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ ആവുന്നില്ലേ? റെഡി? യെസ്. നൗ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് ഈ ചാപ്റ്ററിലെ. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജെക്ട്. The velocity time graph of an object is given below. Velocity time graph നിങ്ങൾ തന്നിട്ടുണ്ട്. Now area under this graph. Velocity time graph. tan theta എടുത്താലോ? tan theta നെ മോനെ എടുത്തു കേട്ടോ. tan theta നമ്മൾ എടുത്തു കേട്ടോ. Okay. Now area under this graph gives, yes, answer is displacement. Velocity time graphന്റെ അടിയിലേക്കുള്ള ഏരിയ എന്താ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അടുത്ത് ഡിറൈവ് ദ റിലേഷൻ എന്താ? x is equal to v0t plus half a t square. അതല്ലേടാ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തത് അല്ലേ? ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണിത്. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കടാ. ഫ്രീ ഫോൾ ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. നൗ ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീ ഫോൾ. സോ ലിസൺ, ഒരു ബോഡി ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഫ്രീ ഫോളില, യു എന്താ 0, അതിന്റെ ആക്സിലറേഷൻ എന്താ -g. ഓക്കെ അല്ലേ? സോ നമുക്ക് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫ്രീ ഫോൾ, ഇത് വെലോസിറ്റി, ഇത് ടൈം ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നോക്കിക്കേ, ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. താഴേക്ക് വരും തോറും ഈ ബോഡി താഴേക്ക് വരും തോറും അവന്റെ യു എന്ത് ചെയ്യും? വെലോസിറ്റി കൂടി വരും. പക്ഷെ ആ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ അവിടെ നോക്കിയേ, ടൈം കൂടുന്തോറും വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുന്നുണ്ട്. താഴേക്കൊരു അപ്പോൾ ലിസൺ, നെഗറ്റീവ് വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. വെയിറ്റേജ് എന്താ പറയുക, ഈ ചാപ്റ്ററിന് മോഷന്, പ്ലെയിന്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ ഈക്വൽ വെയിറ്റേജ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കടാ, എന്താ നമ്മൾ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഈ ഒരു ഗ്രാഫിന്റെ കേസ് നമ്മൾ പറഞ്ഞു, താഴേക്കാ വരക്കണ്ടേ. ഞങ്ങൾ പറഞ്ഞിട്ട് താഴേക്ക്. ഇനി ഒരു കുട്ടി ഇങ്ങനെ വരച്ചാൽ നമുക്ക് തെറ്റ് എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ ഒരു കുട്ടി വരച്ചാൽ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടി താഴേക്കുള്ള വെലോസിറ്റി, താഴേക്ക് വരുന്ന വെലോസിറ്റി എന്താക്കി എടുക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ വരക്കാം, നോ ഇഷ്യൂസ്. പക്ഷെ ഞാൻ എപ്പോഴും താഴേക്കുള്ള നെഗറ്റീവ് ആക്കി എടുക്കുക. അതുകൊണ്ട് ഞാൻ വരക്കുന്ന ഗ്രാഫ് എന്തായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത്. A ball is thrown vertically upwards with a velocity 20 meters per second from the top of building. Yes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലിസൺ, എന്താ മക്കളെ പറഞ്ഞു നോക്കിയേ. A ball is thrown vertically upwards with a velocity 20 meters per second. So U is equal to plus 20 meters per second from the top of a building. എവിടെന്നാ മക്കളെ? ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പ് നിന്നാണ് ഇങ്ങനെ എറിഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ. ഇനി എന്താ ക്വസ്റ്റ്യൻ? The height of the point from where ball is thrown is 25 meter. So ഇത് എത്ര മീറ്റർ? 25 meter ആയിട്ട് എന്നാണ് എറിഞ്ഞത്. Now from the ground. Okay, yes. How high will the ball rise? ഈ ബോൾ എത്ര ഹൈറ്റിലേക്ക് ഉയരും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ബോൾ എത്ര ഹൈറ്റിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ, ലിസൺ, ഈ ബോൾ ഇങ്ങനെ പോയിട്ട് അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ മുകളിലെത്തും. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും? താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ?
അപ്പോൾ അവിടെ ഈ ബോൾ പോകുന്ന ഹൈറ്റ് ഇതാ ഇവിടം വരെ ബോൾ എത്തുന്നുണ്ടെന്ന് വിചാരിക്കും. അവിടം വരെ ബോൾ എത്തുന്നുണ്ടെങ്കിൽ അത് എറിഞ്ഞ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. സോ യു ഇസ് ഈക്വൽ ടു പ്ലസ് 20 മീറ്റർ പെർ സെക്കൻഡ് എഴുതാം. നൗ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ വി എത്രയാണ് കിട്ടുക? 0 എന്നാ കിട്ടുക. അപ്പോൾ ഈ ഒരു മോഷനിൽ ആക്സിലറേഷൻ എന്താ? -g ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക? ഇവിടെ നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ കൊടുത്ത് അങ്ങ് അവിടെ നിന്ന് എസ് കിട്ടും. സോ ലിസൺ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു u square plus 2as. v square 0 square is equal to u square 20 square plus 2 into minus g into h അല്ലെങ്കിൽ h ആയിക്കോട്ടെ. അപ്പോൾ എന്താ? this becomes 400 minus 2gh വരും. സോ 2gh is equal to 400 എന്ന് വരും. 2g എന്ന് പറഞ്ഞാൽ 20 ആണ്. 20h is equal to 400. h is equal to 400/20. ഇത് കട്ടാവുമ്പോൾ ആൻസർ 20 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ 20 മീറ്റർ ആണ് നമ്മുടെ ഈ ബോഡി പോകുന്ന എന്ത് ഹൈറ്റ്. ഇത് 20 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ എന്താ? ഈ ബോൾ എത്ര ഹൈറ്റിലേക്ക് ഉയരുന്നല്ലേ ക്വസ്റ്റ്യൻ. ഈ ബോൾ എത്ര ഹൈറ്റിലേക്ക് ഉയർന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് എത്ര? 20 മീറ്റർ എന്ന് പറയാം. ഗ്രൗണ്ടിൽ നിന്ന് എത്ര? 45 മീറ്റർ എന്നും പറയാം. ഇവിടുന്ന് 20 മീറ്റർ ആണ് പൊങ്ങുക എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടുന്ന് 45 മീറ്റർ പൊങ്ങും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് പറഞ്ഞു. ഇനി ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. ഇനി ഈ ബോള് ഗ്രൗണ്ട് ഹിറ്റ് ചെയ്യുന്നതിന്റെ മുൻപ് എത്ര സമയം ഇത് ട്രാവൽ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഹൗ ലോങ് മീൻസ് എത്ര സമയം ട്രാവലിംഗ്. അവിടെ നോക്കടാ, ഇവിടെ നോക്ക്. ദാ ഈ ബോഡി ഇവിടുന്ന് പൊങ്ങിയിട്ട് ഇതിങ്ങനെ പോയിട്ട് ടോപ്പിലെത്തിയിട്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നിൽക്കും. ഇതാണ് മൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എറിയുന്ന വെലോസിറ്റി എത്ര? u is equal to +20. ഇവന്റെ ആക്സിലറേഷൻ എത്ര? -g. ഇവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്ര? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, എൻഡ് പോയിന്റ് ഇതാണ്. സോ സ്റ്റാർട്ടിംഗ് നിന്ന് എൻഡിലേക്കുള്ള അകലമാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മക്കളെ എത്ര? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്ര? -25 മീറ്റർ എന്നുണ്ടാവും. ടൈമല്ലടാ ചോദിച്ചത്, ടൈമല്ലേ ചോദിച്ചത്. എസ് അറിയാം, യു അറിയാം, എ അറിയാം, ടി ആണ് കാണേണ്ടത്. സോ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ½ at സ്ക്വയർ. എസ് എന്താ? -25 ഇസ് ഈക്വൽ ടു ut. യു പറയുമ്പോൾ 20t പ്ലസ് ½ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? -g ഇൻറ്റു എന്തെന്ന് വരും? ടി സ്ക്വയർ എന്ന് വരും അല്ലേ. സോ -25 ഇസ് ഈക്വൽ ടു 20t മൈനസ് ½ g എന്ന് പറഞ്ഞാൽ 5 ഉണ്ടാവും, 5t സ്ക്വയർ എന്നുണ്ടാവും. g 10 അല്ലേ. അപ്പോൾ ½ g എന്താ വരിക? ½ g എന്താ വരിക? 5 ആണ് വരിക. നൗ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ LHS -5 is equal to RHS 4t മൈനസ് ടി സ്ക്വയർ എന്ന് വരും. സോ ഫ്രം ഹിയർ ഇത് രണ്ടും എങ്കിൽ ലെഫ്റ്റിലേക്ക് അടിച്ചാൽ എന്താ വരിക? നോക്കടാ, പറ എന്താ വരിക ചോദിച്ചാൽ ടി സ്ക്വയർ മൈനസ് 4t മൈനസ് എന്ത് വരും? 5 is equal to 0 എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇനി ഇത് നമ്മൾ ഒന്ന് സോൾവ് ചെയ്യണം. അത് നമ്മളൊന്ന് സോൾവ് ചെയ്യുമ്പോൾ മക്കളെ നോക്ക്, ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കടാ. എന്താ കിട്ടുക നോക്ക്. ടി ഇസ് ഈക്വൽ ടു -b. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ -4 ആണ്, സി എന്ന് പറഞ്ഞാൽ -5 ആണ്. സോ ഇവിടെ -b എന്ന് പറയുമ്പോൾ -4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? -4 സ്ക്വയർ. ബി സ്ക്വയർ -4 ഇൻറ്റു എ ഇൻറ്റു സി. ഓക്കെ, ബി സ്ക്വയർ ആയി. ഇനി -4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ എന്താ? -5. ഓക്കെ ബൈ എന്തുണ്ടാകും? 2a. എ 1 ആയതുകൊണ്ട് 2 ഇൻറ്റു 1. സോ ദാറ്റ്സ് 4 പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് 20 എന്ന് വരും. 16 മൈനസ് 20 ഹോൾ ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ അല്ലേ? യെസ്.
ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി വെച്ച് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ടൈം, പക്ഷെ നമുക്ക് ടൈം എൻ്റെ ടൈം നമ്മൾ എന്താക്കിയിട്ടില്ല മക്കളെ, കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ ഋഷി ചോദിക്കുന്നുണ്ട് ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ വെച്ചാണോ ചോദിക്കുന്നത്. ടൈം കിട്ടാൻ അല്ലേ, വി മൈനസ് യു. പക്ഷെ ഒരു കുഴപ്പം എന്താ അറിയോ, നമുക്ക് ഇവിടെ എത്തുമ്പോഴുള്ള എന്തറിയൂല, ഇവിടെ എത്തുമ്പോഴുള്ള വി അറിയാമെങ്കിൽ ഓക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് യു ആണ്, ഇത് വി. ഇവിടുത്തെ വി നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു സംഭവം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല കേട്ടോ. ഓക്കെ, സോ ലിസൺ. അപ്പൊ നമുക്ക് ബൈ എന്തുണ്ടാ ടു എ ടു എന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, 16 മൈനസ് 20, 16 മൈനസ് അല്ല സോറി 16 പ്ലസ് 20 ഉണ്ടാവും അല്ലേ. 16 പ്ലസ്, ബിക്കോസ് ഈ നെഗറ്റീവും എന്താ ഇവിടെ പോസിറ്റീവ് ആവും. സോ 16 പ്ലസ് 20 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 36/2 ഉണ്ടാകും. ദാറ്റ് ഈസ് 4 പ്ലസ് ഓ മൈനസ് 6/2 ഉണ്ടാകും. ദാറ്റ് ഈസ് 4 പ്ലസ് 6/2 എടുത്താൽ മതി. 4 മൈനസ് 6/2 എടുക്കണ്ട, കാരണം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവിടെ 4 മൈനസ് 6 എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ വരും. ഒരിക്കലും ടൈം എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. സോ ആൻസർ ഈസ് 10/2. ആൻസർ ഈസ് 5 സെക്കൻഡ്സ് എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാട്ടോ. അപ്പോൾ ഇതിന് ആൻസർ എന്താ മക്കളെ, എത്ര സമയം എടുക്കും, എത്ര കിട്ടിയേ, ടൈം എത്ര കിട്ടിയേ, 5 സെക്കൻഡ് എടുക്കും. സോ ടൈം വിൽ ബി 5 സെക്കൻഡ്സ്. ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോടാ, വേഗമല്ലേ? യെസ്, ഓക്കെ റെഡി. നൗ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. എന്താ, പൊസിഷൻ ടൈം ഗ്രാഫ്സ് ഓഫ് 2 ഒബ്ജെക്ട്സ് A and B are shown below. അപ്പം 2 ഗ്രാഫുകളുണ്ട്, എയും ബിയും 2 ഗ്രാഫുകളും. ആ 2 ഗ്രാഫ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് തന്നത്. ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടൈം ദ ഒബ്ജെക്ട്സ് മീറ്റ്. ഏത് സമയത്താണ് ഈ 2 വസ്തുക്കളും മീറ്റ് ചെയ്യുക. അവിടെ നോക്കിയേ, ഈ 2 ഒബ്ജക്റ്റുകളും ഇങ്ങനെ മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈം ആവണ സമയത്ത് 3 സെക്കൻഡ്സ് ആവണ സമയത്ത്, എത്ര 3 സെക്കൻഡ്സ് ആവണ സമയത്ത്, ആ ഒരു 3 സെക്കൻഡ് ആവണ സമയത്ത് എന്താ 3 സെക്കൻഡ് ആവണ സമയത്ത് ലിസൺ, 2 ഗ്രാഫും കൂട്ടിമുട്ടി. 2 ഗ്രാഫും കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാളുടെയും പൊസിഷന് ഈ ഒരു പോയിന്റിലാണ് എന്താവുക, സെയിം ആവുക. അപ്പൊ ഈ ഒരു പോയിന്റിൽ രണ്ടാളുടെയും പൊസിഷൻസ് എന്താണ്, സെയിം ആണ്. അതായത് 3-ാമത്തെ സെക്കൻഡിൽ രണ്ടാളുടെയും സ്ഥാനങ്ങൾ എന്താണ്, സെയിം ആണ്. അവിടെ വെച്ചാണ് അവർ എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക അല്ലേ. അപ്പൊ മീറ്റ് ചെയ്യുന്നത് ഏത് സമയത്താ മക്കളെ, 3-ാമത്തെ സെക്കൻഡിൽ. ദാറ്റ്സ് ദ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഗ്രാഫിൽ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയാം, എനെ പറയണ്ടേ. എന്തുകൊണ്ട്, എന്റെ ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്ക്, ബി ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്ക്. ഇതിൽ സ്ലോപ്പ് ആർക്കാ കൂടുതലുള്ളത്, എക്കാണ്. അതുകൊണ്ട് എക്കാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, വെലോസിറ്റി ഉണ്ടാവുക. ബിക്ക് വെലോസിറ്റി എന്തായിരിക്കൂടാ, കുറവായിരിക്കും. ക്ലിയർ ആവുണ്ടല്ലോ പറഞ്ഞു അല്ലേ. ഓക്കെ, റെഡി, ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് അല്ലേ, സെറ്റ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലിസൺ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാട്ടോ. ലിസൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോടാ, നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഫൈൻ. യെസ്, സോ ലിസൺ,
അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കടാ. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് 54 km/h ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 seconds. ഒരു കാർ 54 km/h എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര? 54 km/h. അങ്ങനെ ഈ കാർ ഇങ്ങനെ പോയി 90 സെക്കൻഡ് ആയപ്പം ഈ കാറ് റെസ്റ്റിലായി. സോ വി എന്താ? 0. ഓക്കെ, ഇനി അടുത്ത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. നിങ്ങൾ എന്ത് കാണണം? എസ് കാണണം. ഇവിടെ എസ് കാണാൻ വളരെ സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്. എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം യു എന്താ? യു ഇനീഷ്യൽ വെലോസിറ്റിയാ. അത് എന്താ? 54 km/h. അത് മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താ? 54 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 54/18. ഓക്കെ, 54/18 എന്താ മക്കളെ പറ? 54 അല്ല, എത്ര 8 ഉണ്ട്? 4. ഓക്കെ അല്ലേ? യെസ്, 3 ഇൻറ്റു 5 വരും. ആൻസർ ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ യെസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടാലും മതി കേട്ടോ, നോ ഇഷ്യൂസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് നേരെ കണ്ടാൽ മതി. പക്ഷെ പ്രശ്നം തരണം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണുള്ള നിങ്ങളുടെ ഇക്വേഷൻ u²/2a ആണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് എ തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എ കാണണം ആദ്യം, എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ അതിനേക്കാൾ നല്ല എന്താ ഇടാ? ഈ ഇക്വേഷനിൽ കൊടുക്കണം. ഓക്കെ, ഇവിടെ നോക്കും. യു എത്ര? യു 15. വി എത്ര? 0/2 ഇൻറ്റു ടി എത്ര? 90. സോ ആൻസർ ഈസ് 15/2 ഇൻറ്റു 90. 90/2 45. സോ 15 ഇൻറ്റു 45 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, 15 ഇൻറ്റു 45. 25 2 7 20 0 4 6 7 5 675 675 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദീസ് കാർ കിട്ടി. ഇനി അടുത്ത് ഇത് നമുക്ക് വേണ്ട, ബിക്കോസ് റിലേറ്റീവ് വെലോസിറ്റി സിലബസ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, വേണ്ട. Using a velocity time graph, derive the relation S is equal to ut plus half a t square എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കാൻ by using what? By using velocity time relation. ഇത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞ കാര്യമാണ്. ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് വീണ്ടും ചോദിച്ചത്. റെഡി അല്ലടാ? യെസ്. നൗ ലിസൺ. അടുത്തെന്താ? അടുത്ത ക്വസ്റ്റ്യൻ. A body falling under the effect of gravity is said to be in free fall. Draw velocity time graph for a freely falling object. Okay. Listen. A body falling under the effect of gravity. അപ്പോൾ നമ്മളൊരു ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി അല്ലേ? ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ എന്ത് വരയ്ക്കാൻ പറഞ്ഞു? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. എങ്ങനെ ഉണ്ടാവുക മക്കളെ? നോക്ക്, ഇങ്ങനെയല്ലേ ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ ഉണ്ടാവുക? ലൈക്ക് ദിസ്. ഓക്കെ, സോ ഗ്രാഫ് നമ്മൾ താഴെ കൂടി നീട്ടി വരക്കുക. ഇത് വെലോസിറ്റി, ഇത് ടി. ഓക്കെ, കാണിച്ചാൽ എന്തായി? വെലോസിറ്റി ടൈം ഗ്രാഫ് ആയി. ഓക്കെ, റെഡി. നൗ ലിസൺ. അടുത്തത് define uniform acceleration. A body is said to be in uniform acceleration if it has equal changes in velocities in equal intervals of time. Okay, next. From the given figures, identify the figure which represents uniformly accelerated motion. മക്കളെ, ഇതിൽ ഏതാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തെ ഗ്രാഫ് നോക്കുക നിങ്ങൾ. ഇത് ഗ്രാഫ് റെസ്റ്റിലാണ്. ബോഡി എന്തിലാണ്? ഗ്രാഫ് റെസ്റ്റിൽ എന്നല്ല, ഈ ബോഡി കറസ്പോണ്ടിങ് ബോഡി എന്തിലാ? റെസ്റ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ കയറി പോവാല്ലേ? ഇതെന്താ? യൂണിഫോം വെലോസിറ്റിയാ. ചോദിച്ചാൽ എന്താ?
യൂണിഫോം ആക്സ്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും അല്ല. അടുത്ത വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ആകുമ്പോൾ അത് യൂണിഫോം എന്താണ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അടുത്തത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ആകുമ്പോൾ അത് മക്കളെ എന്താണ് നോൺ യൂണിഫോം ആക്സിലറേഷനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു, റൈറ്റ്? യെസ്. സോ ആൻസർ ഈസ് third one is the right answer. Third one is the right answer. Okay, next question. An object moving along a straight line covers equal distances in equal intervals of time. It is said to be uniform motion along a straight line. Okay, ഇനി അടുത്ത് നോക്കടാ. നെക്സ്റ്റ് ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ, ചലഞ്ചിങ് ആയ ക്വസ്റ്റ്യൻസ് ഇല്ലേ? റോണി ചോദിക്കണ്ടേ? യെസ്. എടാ, നിങ്ങളെ ബോർഡ് എക്സാമിന് എന്തായാലും ചലഞ്ചിങ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കൂല. ബോർഡ് എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ഓക്കെ, ചലഞ്ചിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളൊരു 2013 ഒക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ കംപ്ലീറ്റ് എന്താണ് അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു പുറകോട്ടേക്ക് ഒരു 4-5 വർഷക്കാലം 5-6 വർഷക്കാലം നമ്മൾ നോക്കുകയാണെങ്കിലൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ കേട്ടോ. ഋഷിൽ ചോദിക്കുന്നുണ്ട് S is equal to u²/2a നെഗറ്റീവ് എന്നോ? അങ്ങനെ നെഗറ്റീവ് u²/2a എങ്ങനെ നെഗറ്റീവ് വരിക? നെഗറ്റീവ് ഓക്കെ, എക്ക് നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. വേണ്ട, എക്ക് നെഗറ്റീവ് കൊടുക്കണ്ട. എക്ക് നെഗറ്റീവ് കൊടുത്തുണ്ടാക്കിയ ഇക്വേഷൻ ആണ് u²/2a കേട്ടോ ഋഷിൽ. ഓക്കെ, സോ ലിസൺ ക്വസ്റ്റ്യൻ. The position time graph of an object in uniform motion is. ഒരു യൂണിഫോം മോഷനിലെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? പൊസിഷൻ ടൈം ഗ്രാഫ് യൂണിഫോം മോഷൻ ഇങ്ങനെ സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാവുക അല്ലേ? സ്ട്രേറ്റ് ലൈൻ പാരലൽ ടൈം ആക്സിസ് അല്ല, സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു പൊസിഷൻ ആക്സിസ് അല്ല, സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടൈം ആക്സിസ്. കറക്റ്റ് ആണ്. സ്ട്രേറ്റ് ലൈൻ അയക്കണം, ടൈം ആക്സുമായി ഒരു ചെരിവ് ഉണ്ടാവുകയും വേണം, ഇൻക്ലിനേഷൻ ഉണ്ടാവുകയും വേണം. സോ ആൻസർ ഈസ് മൂന്നാമത്തതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടല്ലടാ. ഓക്കെ, കുടുങ്ങിയില്ലേ? ഓക്കെ, അടുത്ത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? ഈ കൊടുത്തതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന്, an object with constant velocity has always constant speed. ഒരു ബോഡിക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ അതിന് എന്തായാലും കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും. അത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിന്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റിന്റെ ഡയറക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ബോഡിന്റെ വെലോസിറ്റി മാറുന്നില്ല, ഡയറക്ഷനും മാറുന്നില്ല എങ്കിൽ ആ ബോഡിന്റെ സ്പീഡ് എന്ത് ചെയ്യൂല? മാറൂല. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത്, an object with constant speed has always constant velocity. ഒരു ബോഡി കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുകയാണെങ്കിൽ അതിന് എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. അത് തെറ്റാ മക്കളെ. എന്താ കാരണം? നിങ്ങൾ സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യും. സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവന്റെ സ്പീഡ് കോൺസ്റ്റന്റാ, ഓന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ് എന്താ? കോൺസ്റ്റന്റാ. അപ്പൊ അവന്റെ വെലോസിറ്റി ആക്ട് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയല്ല ആക്ട് ചെയ്യാം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടേക്കല്ലേന്ന്. അപ്പൊ എന്ത് മാറുന്നുണ്ട്? വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റിയാ. അപ്പൊ എന്ത് മാറിയാൽ മതി? ഡയറക്ഷൻ മാറിയാൽ മതി. അപ്പൊ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, പക്ഷെ എന്ത് മാറുന്നുണ്ട്? ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ ബോഡിക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല. കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ പോലും ഈ ബോഡി എന്തിലല്ല? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അടുത്തത്, an object with zero velocity has always zero acceleration. ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റി ആണെങ്കിൽ അതിന് എപ്പോഴും സീറോ ആക്സിലറേഷൻ ആയിരിക്കും. ആണോ? അല്ല. ഒരു ബോഡി ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന കേസിൽ അത് ഇങ്ങനെ പോയി ഏറ്റവും ടോപ്പിലെത്തൂലേ? ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് ആ ബോഡിന്റെ വെലോസിറ്റി എന്താ? സീറോ. പക്ഷെ ആ സമയത്തും ബോഡിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ ഒരു ബോഡിന്റെ വെലോസിറ്റി സീറോ ആണെങ്കിലും ആ ബോഡിക്ക് എന്തുണ്ടാവാം? ആക്സിലറേഷൻ ഉണ്ടാവാം എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ ഒരു ബോഡിന്റെ വെലോസിറ്റി സീറോ ആണെങ്കിൽ ആ ബോഡിക്ക് എപ്പോഴും ആക്സിലറേഷൻ സീറോ ആണ് എന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. ഇതും എന്താ? തെറ്റ്. an object with zero acceleration, ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ല, has always zero velocity. ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ അതിന് വെലോസിറ്റി ഉണ്ടാവില്ല എന്ന്. അത് കറക്റ്റ് ആണോ? അത് തെറ്റാ.
ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ല എങ്കിൽ ആ ബോഡിന്റെ വെലോസിറ്റി മാറൂല എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ആ ബോഡിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ബോഡിന്റെ വെലോസിറ്റി ഒരിക്കലും എന്ത് ചെയ്യൂല? ചേഞ്ച് ചെയ്യൂല. അപ്പൊ നമുക്ക് എന്ത് പറയാം? an object with zero acceleration has always zero velocity എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ ആണോ? ഓക്കെ, യെസ്. നൗ ലിസൺ, നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കട്ടോ. An object released near the surface of earth is said to be free fall. Next, choose the correct alternative from the clues given at the end of the statement. Free fall is an example of dash motion. എന്താ? Free fall is uniformly accelerated motion ആണ്. Okay, next, complete the table shows the velocity of a freely falling object in a time interval of 1 second. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അതായത് സിമ്പിള്, ഇത് കണ്ടാൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. 50 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ 4 40 ആകുമ്പോൾ 3 30 ആകുമ്പോൾ 2 20 1 10 ആയിരിക്കും. അടുത്ത്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ മക്കളെ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏകദേശം എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റെഡി? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്? അപ്പം നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് ഇതിനോടകം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും സെറ്റാണോ? പെർഫെക്റ്റ്. റെഡി? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒരു ചെറിയ ബ്രേക്ക് നമുക്ക് നിസ്കരിക്കാനുള്ള ആൾക്കാർക്ക് നിസ്കരിച്ചു വരാം. പ്രയർ ടൈം ആണ്. സോ ഒരു ചെറിയ ബ്രേക്ക്, ലൈവ് കട്ട് ചെയ്യുന്നില്ല. കറക്റ്റ് ഷാർപ്പ് മക്കളെ ഒരു 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 6:22 ആയിട്ടുണ്ട് അല്ലേ? ഒരു 6:50 6:45 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 6:45 നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ് ടു ദാറ്റ് വി വിൽ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. റൈറ്റ്? ഒരു ചായ ഒക്കെ കുടിച്ച് എന്ത് ചെയ്യാം? എല്ലാവരും വരും കേട്ടോ. ഓക്കെ, യെസ്.
ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. സോ എല്ലാവരും ബ്രേക്കൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് 4ാമത്തെ ചാപ്റ്റർ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. നോക്കട്ടോ. ലിസൺ. An object is projected with an initial velocity v0 making an angle theta with the horizontal. What is the shape of path of the projectile? ഒരു പ്രൊജക്ടൈലിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എടാ, ഒരു പ്രൊജക്ടൈലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് പാരാബോളിക് ആയിരിക്കും. എന്തായിരിക്കും? പാരാബോളിക് ഷേപ്പ് ആയിരിക്കും. റൈറ്റ്, ഓക്കെ. സ്ട്രേറ്റ് ലൈൻ കഴിഞ്ഞു ഹിബ കേട്ടോ. സ്ട്രേറ്റ് ലൈൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. നമ്മൾ യൂണിറ്റ് മെഷർമെന്റ് സ്ട്രേറ്റ് ലൈൻ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ പ്ലെയിൻ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. നോക്കാം കേട്ടോ. പ്ലെയിൻ തുടങ്ങുകയാണ്. ലിസൺ. Now obtain an equation for time of flight and horizontal range of projectile. ഒരു പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും കാണാനാ പറഞ്ഞല്ലേ. കാണാം. ഇതാണ് ഒരു പ്രൊജക്ടൈൽ. ഒരു ഏത് വെലോസിറ്റിയിൽ പറഞ്ഞ v0 വെലോസിറ്റിയിലേറിയാണ്. സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സോ ലിസൺ, ഈ സാധനം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് വീഴും. ഇതാണ് പ്രൊജക്ടൈൽ. v0 നമ്മൾ 2 കമ്പോണൻസ് ആക്കുന്നു. v0 കോസ് തീറ്റ ഉണ്ട്, v0 സൈൻ തീറ്റ ഉണ്ട്. v0 കോസ് തീറ്റ ഉണ്ട്, v0 സൈൻ തീറ്റയും ഉണ്ട്. റെഡി? ഓക്കെ. ഇനി ശ്രദ്ധിക്കടാ, ഇവിടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണണം. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രൊജക്ടൈല് അപ്പ് ആൻഡ് ഡൗൺ മോഷനിലുമാണ്. ഈ പ്രൊജക്ടൈൽ ഈ ഹൈറ്റ് വരെ പൊങ്ങുന്നതാ അപ്പ് ആൻഡ് ഡൗൺ മോഷനിലുമാണ്. ഈ പ്രൊജക്ടൈല് ഹൊറിസോണ്ടൽ മോഷനിലുമാണ്. അല്ലേ? ഇങ്ങനെ 2 മോഷനിലാണ് നമ്മുടെ പ്രൊജക്ടൈൽ ഉള്ളത്. മനസ്സിലാക്കുക കേട്ടോ. ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്ടൈലിനെ നമുക്ക് എന്താക്കി മാറ്റാം? 2 മോഷൻസ് ആക്കി മാറ്റാം. ഒന്നെന്താണ്? ഒന്നൊരു ഹൊറിസോണ്ടൽ മോഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. ശരിക്കും ഈ ഒരു പ്രൊജക്ടൈലിന്റെ മോഷന് ഈ ഒരു മോഷന്റെയും കമ്പൈൻഡ് എഫക്റ്റ് ആണ് ശരിക്കും ഏത് ഈ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ നോക്കടാ, നമ്മുടെ പാർട്ടിക്കിൾ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ ഞാൻ അടിയിലൂടെ വിട്ട ആൾ അവിടെ എത്തിയിട്ടുണ്ടാവും, മുകളിലേക്ക് വിട്ട ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ക്ലിയർ? ഇനി പ്രൊജക്ടൈൽ ഇവിടെ എത്തുന്ന സമയത്തോ അടിയിലേക്ക് വിട്ട ആൾ ഇവിടെ എത്തും, ഇയാൾ എന്ത് ചെയ്യും? ഇവിടെയും എത്തും. ഇനി ഇയാൾ ഇവിടെ എത്തുമ്പോഴോ അടിയിൽ വിട്ട ആൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, മറ്റേ ആളോ ഇവിടുന്ന് മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ പ്രൊജക്ടൈൽ ഇവിടെ എത്തുമ്പോഴോ ഇയാൾ അവിടെ എത്തിയിട്ടുണ്ടാകും, പിന്നെ മറ്റേ ആളോ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? പ്രൊജക്ടൈൽ ഇവിടെ എത്തുമ്പോഴോ ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ടാകും, പിന്നെ മറ്റേ ആള് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു മോഷന്റെയും കമ്പൈൻഡ് എഫക്റ്റിലാണ് നമ്മുടെ പ്രൊജക്ടൈൽ എന്ത് ചെയ്യുക? ട്രാവൽ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി മക്കള് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നോക്കിട്ടടാ, ഇത് v0 കോസ് തീറ്റയിലാണ് പോണത്, ഇതോ v0 സൈൻ തീറ്റയിലാണ് പോണത്. പിന്നെ ഈ ഒരു മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷനിലായിരിക്കും. എന്തായിരിക്കും? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ മോഷൻ എന്തായിരിക്കും? യൂണിഫോം മോഷനിലായിരിക്കും. എന്നാൽ ഒരു പ്രൊജക്ടൈലിന്റെ വെർട്ടിക്കൽ മോഷൻ എന്തിലായിരിക്കും എന്നറിയോ? യൂണിഫോം ആക്സിലറേഷനിലുമായിരിക്കും. റെഡി? നൗ ലിസൺ. ചോദിച്ചത് ടൈം ഓഫ് ഫ്ലൈറ്റാ. അപ്പൊ ഞാൻ പറയട്ടെ മക്കളെ, ഈ പ്രൊജക്ടൈൽ ഇവിടുന്ന് ഇവിടെത്താനുള്ള സമയവും ഇവിടുന്ന് ഇവിടെത്താനുള്ള സമയവും അപ്പ് പോയി മുകളിൽ നിന്ന് താഴേക്ക് എത്താനുള്ള സമയവും, അതായത് അപ്പ് ആൻഡ് ഡൗണിനുള്ള സമയവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ പറഞ്ഞാൽ ഈ ഒരു ബോഡി മുകളിൽ പോയി താഴെത്താനുള്ള സമയം കണ്ടാൽ മതി. അപ്പൊ ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മക്കളെ നോക്ക്, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്. ഏത്? ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നു. എത്ര വെലോസിറ്റിയിൽ മുകളിലേക്ക് പോകുന്നു? ഞാൻ uy എന്ന് കൊടുക്കുക, കാരണം വൈയിലേക്കുള്ള മോഷൻ ആയതുകൊണ്ട് uy എന്ന് കൊടുക്കുകയാണ്. uy എന്താ മക്കളെ പറ? v0 സൈൻ തീറ്റയാണ്.
ഇവൻ മുകളിലേക്ക് പോകുന്നു, ഏറ്റവും ടോപ്പിലെത്തുന്നു, വീണ്ടും അടിയിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടത്തി കഴിഞ്ഞാൽ അവന് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായടാ 0 ആയി. കൂടാതെ അവിടുത്തെ വൈയിലേക്കുള്ള ആക്സിലറേഷൻ എന്തായി മാറും? -g ആയി മാറും. കാരണം എന്താ? ആക്സിലറേഷൻ താഴേക്കാണ്. നൗ അപ്പൊ ഞാൻ ഇവിടെ ടൈം ടേക്കൺ എന്താ മക്കളെ? ടൈം ഓഫ് ഫ്ലൈറ്റുമായിരിക്കും. കാരണം ഇയാൾ മുകളിൽ പോയി താഴെ എത്തുമ്പോഴേക്കും നമ്മുടെ പ്രൊജക്റ്റായി ഇവിടെ എത്തിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പൊ നോക്ക്, അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നോക്കടാ. ഇവിടെ ഞാൻ S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ y ആക്സിസിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ ലിസൺ, sy = uyt + ½ ayt² എന്നാക്കാൻ പറ്റും വൈയിലേക്കുള്ള മോഷൻ കൺസിഡർ ചെയ്യുന്നോണ്ട്. എന്താണ് sy? അത് 0 ആണ്. എന്താണ് uy? v0 sin θ ആണ്. ഇൻറ്റു എന്തുണ്ടാകും? ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T എന്ന് എഴുതാം അല്ലേ ടൈമിനെ. പിന്നെ പ്ലസ് ½ ഇൻറ്റു -g ഇൻറ്റു t² എന്നും വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ദാറ്റ് ഈസ് ഈ 0 = v0 sin θ t -12 gt² എന്നുണ്ടാകും. ഈ -12 gt² ലെഫ്റ്റിലേക്ക് എടുത്താൽ +12 gt² എന്ന് വരും. = v0 sin θ t. ഒരു ടീയും എന്താകും? കട്ടാവും. ഒരു ടീയും കട്ടായി കഴിഞ്ഞാൽ നാസർ കെ പി ഹായ് ഒരു ടീയും കട്ടായി കഴിഞ്ഞാൽ വാട്ട് ഈസ് ടി? T = 2v0 sin θ/g. ഇതാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ. മക്കളെ ചോദിക്കും, ഇത് ഷുവറായിട്ടും ചോദിക്കും, ഓർത്ത് വെച്ചോ. അടുത്ത എന്താ പറഞ്ഞ നോക്കിക്കേടാ. അടുത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ റേഞ്ചാ കാണാൻ പറഞ്ഞേ. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മോഷൻ റേഞ്ച് പറഞ്ഞാൽ എന്താ? റേഞ്ച് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ റേഞ്ച് നമ്മൾ എങ്ങനെ കാണും? ലിസൺ, റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മോഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്? റേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ഹൊറിസോണ്ടലി ഉള്ള മോഷൻ കൺസിഡർ ചെയ്യാണ്. v0 cos θ വെലോസിറ്റിയിൽ പോയ ഹൊറിസോണ്ടൽ മോഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് യൂണിഫോം മോഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? sx എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അതല്ലേടാ റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പൊ sx എന്താ? റേഞ്ച്. ഓക്കെ ആണോ? നൗ ലിസൺ sx എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്. ഇനി ശ്രദ്ധിക്കടാ, റേഞ്ച് നമ്മൾക്ക് കാണേണ്ടത് അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കടാ. നമ്മുടെ ഇയാള് ഇവിടുന്ന് ഇവിടെ എത്തൽ എപ്പോഴാ? ഈ പ്രൊജക്ടൈൽ ഇവിടുന്ന് ഇവിടെ എത്തുമ്പല്ലേ. പ്രൊജക്ടൈൽ ഇവിടുന്ന് ഇവിടെ എത്താനുള്ള സമയം എത്രേ? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ഇയാൾ ഇവിടുന്ന് ഇവിടെ എത്താനുള്ള സമയം എത്രേ? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ഈ ഒരു മോഷൻ എടുക്കുന്ന ടൈം എന്താടാ? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ എ ബോഡി ഇസ് ഈക്വൽ ടു വെലോസിറ്റി എക്സിലേക്കുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. ഇതാണ് എക്സിലേക്കുള്ള എന്ത്? വെലോസിറ്റി. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ ആ മോഷൻ യൂണിഫോം ആക്സിലറേഷനിലാവണം. ഈ മോഷൻ എന്തിലല്ല? യൂണിഫോം ആക്സിലറേഷനിലല്ല. എന്ത് മോഷനാ അത്? യൂണിഫോം മോഷനാ. അതുകൊണ്ട് എനിക്ക് സാധാ ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ഉണ്ടാവും. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ലിസൺ, വാല്യൂ കൊടുക്കുമ്പം ux എന്ന് പറഞ്ഞാൽ എന്താ? v0 cos θ ഇൻറ്റു ടൈം പറഞ്ഞാൽ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ നോക്കടാ എന്താ വരിക നോക്ക്. v0 ലിസൺ 1 സെക്കൻഡ്. ഇതൊന്ന് നമുക്ക് മുകളിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം. ശ്രദ്ധിക്കട്ടോ. ലിസൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു v0 cos θ ഇൻറ്റു ടി അല്ലേ വന്നത്. ഓക്കെ, അപ്പൊ sx പറഞ്ഞ റേഞ്ച് അല്ലേ. r is equal to v0 cos θ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 2v0 cos θ ബൈ g നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. 2v0 cos θ അല്ല, സോറി
2v0 sin theta 2v0 sin 2u sin theta okay 2v0 sin theta by g നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലിസൺ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു v0 ഇൻറ്റു v0 എന്താണ്? v0 സ്ക്വയർ ആണ്. v0 സ്ക്വയർ ഇൻറ്റു 2 sin theta cos theta by g എന്നുണ്ടാവൂലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 2 sin theta cos theta? ദാറ്റ് ഈസ് sin 2 theta. അപ്പൊ എന്ത് വരും? v0 സ്ക്വയർ sin 2 theta by g. This is expression for what? Range. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടു, റേഞ്ച് കണ്ടു. ഈ ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ചും എച്ച് മാക്സും ഇത് മൂന്നും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട എന്താ മക്കളെ ക്വസ്റ്റ്യൻസ് ആണ്. പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. സോ ഇത് രണ്ടും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Derive an expression for centripetal acceleration with a neat figure. ഒരു നീറ്റ് ഫിഗറോട് കൂടി നിങ്ങൾ എന്ത് ഡിറൈവ് ചെയ്യണം? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. സോ ലിസൺ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ദാ ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഒരു വെലോസിറ്റി കാണിക്കുക ലൈക്ക് ദിസ്, ഇവിടുന്ന് വേറൊരു വെലോസിറ്റി കാണിക്കുക ലൈക്ക് ദിസ്. ഓക്കെ, ഈ രണ്ട് വെലോസിറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് എന്താണ്? സെയിം ആയിരിക്കും. നൗ ഞാൻ ഈ വെലോസിറ്റിനെ കോപ്പി എടുത്തിട്ട് ലിസൺ, ഈ വെലോസിറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് ഞാൻ ആ വെലോസിറ്റി ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ലിസൺ, എന്നിട്ട് നല്ലോണം ശ്രദ്ധിക്കുക, എന്നിട്ട് ഞാൻ ഇവിടെ സെൻറ്റർ കാണിക്കും. ഇതാണ് നമ്മളുടെ സെൻറ്റർ. നൗ ലിസൺ, ഇത് വി എന്ന വെലോസിറ്റി, ഇതും മാഗ്നിറ്റ്യൂഡ് വി ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? വി ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എനിക്ക് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കാണണം. ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ ആ ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. When a body moves on a circular path with constant speed, then there will be an acceleration which is directed towards its center is known as centripetal acceleration. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ വാല്യൂ കാണണം. അതിന് ഞാൻ ബോഡി ഇവിടെ ആകുമ്പോഴുള്ള വെലോസിറ്റിയും കാണിച്ചു, ബോഡി ഇവിടെ ആകുമ്പോഴുള്ള വെലോസിറ്റിയും കാണിച്ചു. ഈ വെലോസിറ്റി എടുത്ത് ഞാൻ ഇവിടെ പതുക്കെ കൊണ്ടുപോയി ചെയ്തു. ഇനി മക്കൾ നോക്കടാ, ലിസൺ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കടാ, ഇവിടെ ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വരക്കുന്നു. വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ എന്ന്. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കൂടാ? എക്സ് ആയിരിക്കും. കൂടാതെ ഞാനിവിടെ ഈ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇത് ആംഗിൾ എത്ര വരിക? 90 മൈനസ് എക്സ് ഉണ്ടാകും. ബിക്കോസ് ദിസ് ആംഗിൾ വിൽ ബി 90. അതിൽ എക്സ് പോയാൽ എത്ര ഉണ്ടാവുക? 90 മൈനസ് എക്സ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കൂടാ? 90 മൈനസ് എക്സ്. ഓക്കെ, ഇനി നോക്ക്, ഈ ആംഗിൾ എന്തായാലും എന്താ? 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക ചോദിച്ചാൽ ഇത് മൊത്തത്തിൽ 180 അല്ലടാ, ഇത് മൊത്തത്തിൽ 180 അല്ലേ? ആ 180 90 പോയാൽ എത്ര ഉണ്ടാവുക? 90. അപ്പോൾ ഇതും കൂട്ടി എത്ര കിട്ടും? 90. ആ 90 എക്സ് കുറച്ചാൽ പിന്നെ ഇത് എത്ര ഉണ്ടാവുക? 90 മൈനസ് എക്സ്. സോ 90 മൈനസ് എക്സ്. ഈ ഫിഗർ ഇങ്ങനെ തന്നെ വരക്കാൻ പഠിക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെ കാണുക? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഫൈനൽ വെലോസിറ്റി ആക്കി എടുക്കുക, ഇതോ ഇനീഷ്യൽ വെലോസിറ്റി ആക്കി എടുക്കാം. അപ്പോൾ മക്കളെ എന്താ വരിക പറ? അപ്പോൾ ഞാൻ രണ്ട് വെലോസിറ്റിന് ചേഞ്ച് എടുക്കാൻ പോവാണ്. സോ ഈ വെലോസിറ്റി ഞാൻ പൊക്കി, ആ വെലോസിറ്റിനെ പൊക്കിയിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യും. കണ്ടോ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറാണ്ട് ആ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചു. ഇനി ഈ വെലോസിറ്റി ഞാൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറാണ്ടതാ ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ അറിയോ മക്കളെ? ഈ വെലോസിറ്റി മൈനസ് ഈ വെലോസിറ്റി ചെയ്യണം, ഇത് മൈനസ് ഇത് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സബ്ട്രാക്ഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൈനസ് ഇതല്ലേ ചെയ്യേണ്ടത്? ഇത് മൈനസ് ഇത് ചെയ്യണം. ഇതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ട ആള്. അപ്പം നിങ്ങൾ ഇയാളെ തിരിച്ചു വരച്ചിട്ട് മറ്റുമായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയേ, ഇവനെ ഞാൻ തിരിച്ചു വരക്കുകയാണ്. ഇതാ ഇവനെ തിരിച്ചു വരച്ചു. എന്നിട്ടോ മറ്റേ ആളുമായിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്താൽ മതി. കണ്ടോ, ആഡ് ചെയ്താൽ മതി. മറ്റേ ആളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതല്ലേ വരികയാണ്. അപ്പോൾ ഇത് ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ,
ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. അപ്പൊ അതിന് നമുക്ക് ഡെൽറ്റ വി എന്ന് വിളിക്കാം, ഡെൽറ്റ വി എന്ന് വിളിക്കാം. സോ ലിസൺ, ഇനി മക്കൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കിക്കേ. ലിസൺ, നമുക്കറിയാം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വി ആ, ഇതാണ് സാധനം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും വി ആ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വി, അതാരാണ്? അത് ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡോ അത് വി ആണ് വരിക. പക്ഷേ എന്താണ്? ഈ വീക്ക് ഈക്വൽ ആണ് ഇത്. പക്ഷേ ഇവന് എന്താ? ഓപ്പോസിറ്റാ. കാരണം ഇത് മൈനസ് ഇതാ ചെയ്ത്. അപ്പൊ ഇവ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമുണ്ട്. നൗ ലിസൺ, ഇനി നമ്മൾ ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിളും എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിളാ. അപ്പൊ നമുക്കൊരു കാര്യം പറയാം. എന്ത്? ഇതും ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഇതും ഐസോസിലസ്. കൂടാതെ ഞാൻ ചോദിക്കട്ടെ, ഈ ആംഗിൾ എത്ര ഉണ്ടാവുക? ആ ആംഗിൾ ടോട്ടലി ഈ ആംഗിൾ ഉണ്ടാവുക 90 മൈനസ് എക്സ് പ്ലസ് 90 മൈനസ് എക്സ് 180 മൈനസ് 2x എന്നുണ്ടാവും. ഇനി ഈ ഒരു ട്രയാങ്കിളിന് മക്കളെ എന്ത്? ആ ഒരു ട്രയാങ്കിളിന് എക്സ് പ്ലസ് തീറ്റ 180 അല്ലേ? 180. സോ 2x പ്ലസ് തീറ്റ എന്താ? 180. ഇവിടുന്ന് എന്താണ് മക്കളെ? പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 180 മൈനസ് 2x ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ആംഗിൾ 180 മൈനസ് 2x ആണ്. ആ ആംഗിൾ അപ്പം എന്താന്ന് മനസ്സിലായി? ആ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ആംഗിൾ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, യെസ്. അപ്പൊ നോക്ക്, ആ ആംഗിൾ നമുക്ക് തീറ്റ എന്നെടുക്കാം. അപ്പൊ ആ ആംഗിൾ തീറ്റയാണ് എന്ന് മനസ്സിലായി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ ഈ ആംഗിൾ ആയിരിക്കും. എങ്ങനെ ചോദിച്ചാൽ നോക്കടാ, ഈ ലൈനിന് പാരലൽ ആണ് ശരിക്കും ഏത്? ഈ ലൈനിന് പാരലൽ ആണ് ശരിക്കും ഏത്? ഈ ലൈൻ. അപ്പൊ ഈ ലൈനുമാണ് ശരിക്കും ഈ ലൈനും. സോ ഇവർക്കിടയിൽ തീറ്റ ആണെങ്കിൽ ഇവർക്കിടയിലും എന്താ? തീറ്റ. അപ്പൊ ഈ ആംഗിളും എന്താ? തീറ്റ. സോ നമുക്ക് എന്ത് പറയാം? ലിസൺ, നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ തീറ്റ എന്ന് പറയാം. അത് തീറ്റ, ഈ ആംഗിൾ തീറ്റയാണ് അല്ലേ? അപ്പൊ ഇത് തീറ്റ ആകുമ്പോൾ ഇതെന്താവണം? എക്സ് ആവണം. ഇതെന്താവണം? എക്സ് ആവണം. കാരണം ഇതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, ഇതിൽ ഈ ആംഗിൾസ് സെയിം ആണെങ്കിൽ മറ്റേ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ ലിസൺ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് ഒരു കാര്യം നമുക്ക് പറയാം, ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. സോ ഇത് നമുക്ക് എ ബി എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എ ബി ബൈ, ഇവിടെ തീറ്റക്ക് ഓപ്പോസിറ്റ് എ ബി ആണ്, ഇവിടെ തീറ്റക്ക് ഓപ്പോസിറ്റ് ഡെൽറ്റ വി ആണ്. സോ എ ബി ബൈ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആരാ നോക്ക്? എക്സിന് ഓപ്പോസിറ്റ് ആരാ? ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. സോ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് റേഡിയസ് ആണ്, ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആരാ മക്കളെ? വി ആണ്. അപ്പൊ എന്താ വരിക? റേഡിയസ് ബൈ വി എന്ന് വരും. ഇനി എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതിന് നമുക്ക് എന്ത് കൊടുക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ എന്ന് കൊടുക്കാം. ബൈ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ആർ ബൈ വി എന്ന് വരും. ഫ്രം ഹിയർ നോക്കടാ, ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ വി അങ്ങോട്ടേക്ക് എടുക്കാം, ഡെൽറ്റ ടി ഇങ്ങോട്ടേക്ക് എടുക്കാം, വി ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പൊ എന്താ വരിക? പറയും, ഇവിടെ എന്താ വരിക? വി സ്ക്വയർ. ഓക്കെ, വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് വരും. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സോ വാട്ട് ഈസ് എ സി? വി സ്ക്വയർ ബൈ ആർ ആണ് എന്തെന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആക്കി. ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ചാപ്റ്ററിൽ ഡെറിവേഷനായി ചോദിക്കുന്നത് ഒന്ന് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് പ്രൊജക്ടൈൽ മോഷൻ. ഈ രണ്ട് കേസുമാണ് ഈ ചാപ്റ്റർ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നോക്കണം എന്താ? The position vector r of a particle p located in an xy plane is as shown figure. Now redraw the figure by showing rectangular components. ഈ റെക്ടാങ്കുലർ കമ്പോണൻസ് നിങ്ങളോട് കാണിക്കേണ്ട പീന്റെ രണ്ട് കമ്പോണൻസ് ആണ് ഞാൻ ഈ വരച്ചത് അല്ലേ? കാണിച്ചു, രണ്ട് റെക്ടാങ്കുലർ കമ്പോണൻസ് കാണിച്ചു. അടുത്ത് റൈറ്റ് ദ പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. നമ്മൾ എന്ത് കാണിക്കണം? പൊസിഷൻ വെക്ടർ എഴുതണം.
സോ ലിസൺ, അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്ടർ എഴുതാൻ പോവാണ്. ലിസൺ, പി എന്ന വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ലിസൺ, ആദ്യം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് r ആണ്. അപ്പോൾ ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ ദിസ് ബിക്കംസ് r cos തീറ്റ ആൻഡ് ദിസ് ബിക്കംസ് r sin തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? തീറ്റന്റെ അടുത്തുള്ള cos തീറ്റ, തീറ്റക്ക് വിട്ടുള്ള എന്തായിരിക്കടാ സൈൻ തീറ്റ. റെഡി? ഇനി അടുത്ത് നോക്കടാ, ഇവിടെ പി എന്ന് പറയുന്ന വെക്ടർ എനിക്ക് ഇങ്ങനെ എഴുതാം, r cos തീറ്റ i ക്യാപ്. കാരണം r cos തീറ്റ എന്ന വെക്ടർ ഉള്ളത് പോസിറ്റീവ് എക്സിലേക്കാ, r sin തീറ്റ എന്ന വെക്ടർ ഉള്ള എങ്ങോട്ടേക്കാ പോസിറ്റീവ് y ആക്സിസിലേക്കാ. അപ്പൊ എന്താ വെക്ടർ വരിക? r cos തീറ്റ i ക്യാപ് പ്ലസ് r sin തീറ്റ എന്ത് വരും? j ക്യാപ് എന്ന് വരും. അപ്പൊ ഇതാണ് പൊസിഷൻ വെക്ടർ ടേംസിൽ എഴുതാൻ പറഞ്ഞത്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. അതിന്റെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 mod a mod b cos തീറ്റ. ഇതാണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? ലിസൺ, the figure shows 3 paths for a football kicked from ground level with the same velocity. Ignore the effect of air resistance. Okay, അപ്പോൾ നമ്മൾ എന്താ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് പ്രൊജക്ടൈൽസ് കാണാം അല്ലേ? ഒരു ഫുട്ബോൾ കിക്ക് ചെയ്താണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, സെയിം വെലോസിറ്റി ആട്ടോ. ഓക്കെ, ഇനി പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഡിറൈവ് ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ഓഫ് ദിസ് ഫുട്ബോൾ. അപ്പോൾ ഇതിന്റെ മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സോ ലിസൺ, നേരത്തെ ടൈം ഓഫ് ഫ്ലൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റ് റേഞ്ചും നമ്മൾ കണ്ടതാണ്. ഇനി നോക്കടാ, ഇനി നമുക്ക് യു വെലോസിറ്റി ഒരു സാധനം എറിയുന്നു, തീറ്റ ആംഗിൾ എറിയുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ പോകുന്ന മാക്സിമം ഹൈറ്റ് ഇതല്ലേ എന്ന് ഈ എച്ച് മാക്സ് കാണണം. ആ എച്ച് മാക്സ് കാണാൻ വേണ്ടി ഇവിടുന്ന് ഒരു ബോഡി ഇങ്ങനെ മുകളിലേക്ക് എറിയുന്ന മാതിരി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ യുവിനെ കമ്പൗണ്ട് ആക്കണം. യു കോസ് തീറ്റ, യു സൈൻ തീറ്റ എന്ന കമ്പൗണ്ട്സ് ആക്കി മാറ്റി ഇനി ഈ യു വൈ എന്ന വാല്യൂ യു സൈൻ തീറ്റ എന്ന് കൊടുക്കുന്നു. അങ്ങനെ ഇയാൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഇയാളുടെ സെയിം ആയിട്ട് എത്തുമ്പോഴാണ് ഇയാൾ നിൽക്കുക അല്ലേ? മുകളിലേക്ക് എത്തും. അങ്ങനെ ഏറ്റവും മുകളിലേക്ക് ഇയാൾ എത്തുന്ന സമയത്ത് ഇയാളുടെ ഫൈനൽ വെലോസിറ്റി എന്തായി മാറും? 0 ആയിട്ട് മാറും. ഒരു പ്രൊജക്ടൈൽ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ് ചോദിച്ചാൽ അവിടെ ആരുണ്ടാവും അറിയാം നിങ്ങൾക്ക്? ഏറ്റവും ടോപ്പ് ഇവിടെ എത്തുമ്പോൾ യു കോസ് തീറ്റ ഉണ്ടാകും, പിന്നെ യു സൈൻ്റെ കുറച്ച് വാല്യൂ ഉണ്ടാവും. ഇവിടെ എത്തുമ്പോൾ യു കോസിന് അങ്ങനെ തന്നെ ഉണ്ടാവും, യു സൈന് വീണ്ടും കുറഞ്ഞുണ്ടാവും. ഇവിടെ എത്തുമ്പോൾ യു സൈൻ്റെ 0 ആയി ആരുണ്ടാവും? പക്ഷേ യു കോസ് തീറ്റ. ഇവിടെയൊക്കെ യു കോസ് തീറ്റ ഒരു മാറ്റവും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കും. പക്ഷേ യു സൈൻ തീറ്റയുടെ വാല്യൂ ഇങ്ങനെ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ യു സൈൻ തീറ്റ വാല്യൂ താഴേക്കാവും. അപ്പോഴും യു കോസ് തീറ്റ എന്ത് തന്നെ മക്കളെ അങ്ങനെ തന്നെ നിൽക്കും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി എത്ര ചോദിക്കുകയാണെങ്കിൽ എത്ര? യു കോസ് തീറ്റയാണ് ഏറ്റവും ടോപ്പിലുള്ള വെലോസിറ്റി. മറന്നു പോകണ്ട, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ലിസൺ നെക്സ്റ്റ്. ഇനി അടുത്തത് മക്കൾ നോക്കടാ. അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം നോക്ക്. ഇവിടെ നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ മുകളിലേക്കുള്ള മോഷൻ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഈ പാർട്ടിക്കിൾ ഏറ്റവും ടോപ്പിലെത്തുന്നു, അവന്റെ വെലോസിറ്റി എന്താവുന്നു? ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അവന്റെ വെലോസിറ്റി എന്താവുന്നു? 0 ആവുന്നു. അപ്പൊ ഞാനിവിടെ പറയുന്നു ഇവൻ ട്രാവൽ ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളുടെ എന്ത്? എച്ച് മാക്സ്. ഇവൻ ട്രാവൽ ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ത്? പ്രൊജക്ടൈലിന്റെ എച്ച് മാക്സ്. സോ എസ് വൈക്ക് ഞാൻ എച്ച് മാക്സ് എന്ന് കൊടുക്കും. എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ -g ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ആണ് v² = u² + 2as എന്നുള്ള ഇക്വേഷൻ. എന്താ v²? 0² ഓക്കെ, v² നാക്കാം, നമുക്ക് vy² നാക്കാം ഇതിന് കേട്ടോ. വൈയിലേക്ക് കൊടുക്കാം. സോ vy ay sy. സോ പറ എന്താണ് vy²? ദാറ്റ് ഈസ് 0² = what is uy എന്ന് പറഞ്ഞാൽ u sin തീറ്റ അതിന്റെ എന്തുണ്ടാകും? ഹോൾ സ്ക്വയർ ഉണ്ടാകും. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. സോ ലിസൺ. അപ്പോൾ ഇവിടെ എന്ത്? യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഉണ്ടാകും പ്ലസ് 2 × -g × h മാക്സ് എന്നുണ്ടാകും. സോ 0 = u² sin² തീറ്റ
2gh max എന്നുണ്ടാകും. മൈനസ് 2gh max ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി? പ്ലസ് 2gh max എന്ന് വരും. ഇസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഫ്രം ഹിയർ വാട്ട് ഈസ് h max? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ എന്തിൻ്റെ എക്സ്പ്രഷൻ? h മാക്സിൻ്റെ എക്സ്പ്രഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കളെ? പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാത്ത് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് മാക്സിമം? അതായത് ഈ കൊടുത്തതിൽ ഏതിലായിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാക്സിമം ആവുകയെന്ന് നോക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ ഹൊറിസോണ്ടലിലേക്ക് പോയത് നോക്കുക. മൂന്നാമത്തെ പ്രൊജക്ടൈലാണ് എന്ത് ഏറ്റവും കൂടുതൽ ഹൊറിസോണ്ടലിലേക്ക് പോയത് അല്ലേ? അതുകൊണ്ട് മൂന്നാമത്തെ പാർട്ടിക്കിളിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും എന്ത് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആർക്കാ മക്കളെ? ഏത് പാത്താണ്? തേർഡ് പാത്ത്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ obtain relation between linear velocity and angular velocity. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം നിങ്ങളോട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം റിലേഷൻ എന്താ? ലിസൺ, v is equal to r omega എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കിക്കോ. അതിന്റെ പ്രൂഫ് നോക്കിക്കോ. അതിന്റെ പ്രൂഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ലിസൺ, ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാണ്. ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ ദാ ഇവിടേക്ക് എത്തി. അപ്പോൾ നോക്കുക, ഇവിടുന്ന് ഇവിടേക്ക് എത്തി. ലൈക്ക് ദിസ്, ഇത് റേഡിയസ് ആണ്. ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ. ഓക്കെ, നൗ ഇത് എ എന്ന പോയിന്റ്, ഇത് ബി എന്ന പോയിന്റ്. എയിൽ നിന്ന് ബിയിലേക്ക് പാർട്ടിക്കിൾ എത്തി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇവിടെ എന്താണ് ഡെൽറ്റ തീറ്റ വരിക എന്ന്? ആർക്ക് ലെങ്ത് എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നല്ലേ? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ആർക്ക് ബൈ റേഡിയസ് ഞാൻ രണ്ട് ഭാഗവും ഡെൽറ്റ ടി കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എ ബി ബൈ എന്താണ്? ഡെൽറ്റ ടി ഉണ്ടാകും, ഒരു ആറും ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി? നിങ്ങൾക്ക് ഒമേഗ എന്ന് വിളിക്കാം. ആംഗുലാർ വെലോസിറ്റിയാ അല്ലെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താ? ആംഗുലാർ വെലോസിറ്റിയാ. ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എ ബി ഡിവൈഡഡ് ബൈ എന്തുണ്ടാകും? ഡെൽറ്റ ടി എന്നുണ്ടാവും. ആർക്ക് ലെങ്ത് എ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്ത് വിളിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ ദ ബോഡി എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ എന്തുണ്ടാകും? ഡെൽറ്റ ടി ഇൻറ്റു ആർ എന്നുണ്ടാവും അല്ലേ? സോ ഫ്രം ഹിയർ നമുക്ക് എന്ത് വിളിക്കാം? വി ബൈ ആർ എന്ന് വിളിക്കാം. സോ വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ആർ ഒമേഗ എന്നെഴുതാം. അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്തായിട്ട് മാറി? വി ആയി മാറി. സോ വി ബൈ ആർ ഇസ് ഈക്വൽ ടു ഒമേഗ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇതാണ് നമ്മളുടെ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ചോദിച്ചാൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിലുള്ളത് ആകെ ഒരു അനലിറ്റിക്കൽ മെത്തേഡിന്റെ കേസ് മാത്രമാണ്. ബാക്കി എല്ലാ ഡെറിവേഷൻസും ഞാൻ പറഞ്ഞിട്ടോ. ഓക്കെ, അടുത്ത് നോക്കടാ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. The figure below shows the path of a projectile motion. Obtain expression for maximum height, time of flight. ഇത് പറഞ്ഞ ക്വസ്റ്റ്യനാ, ഇനി പറയില്ല. പറഞ്ഞ ക്വസ്റ്റ്യൻ വീണ്ടും പറയില്ല. What is the angle of projection for maximum horizontal range? Listen, range maximum ആകാൻ എത്ര ആംഗിൾ എറിയണം എന്ന് ചോദിച്ചാൽ that is 45 degree. റേഞ്ച് മാക്സിമം ആകല് ഏതിലാണ് മക്കളെ? റേഞ്ച് മാക്സിമം ആകല് 45 ഡിഗ്രിയിൽ പ്രൊജക്ടൈലിനെ എറിയുമ്പോഴാണ് റേഞ്ച് എന്ത് ചെയ്യുക? മാക്സിമം ആവുക. പഠിച്ചു വെക്കട്ടോ. ഇനി രണ്ട് ഡിഫറെന്റ് കോംപ്ലിമെന്ററി ആംഗിൾസ് ഉണ്ട്. സെയിം റേഞ്ച് കിട്ടുന്ന ആംഗിൾസ് ഉണ്ട്. സെയിം റേഞ്ച് ആംഗിൾസ് ആണ് തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. പഠിച്ചു വെക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30 ഡിഗ്രിക്കും 60 ഡിഗ്രി അല്ലെ? തീറ്റക്ക് 30 എടുത്തു നോക്കുക. അപ്പൊ എന്താ? 90 മൈനസ് 30 എന്താ? 60 വരിക. അപ്പൊ 30ഉം 60ഉം ഒരേ റേഞ്ചാ ഉണ്ടാക്കുക. ഇനി 40ഉം 50ഉം എന്താ ഉണ്ടാക്കുക? ഒരേ റേഞ്ചാ ഉണ്ടാക്കുക. 10ഉം 80ഉം എന്താ ഉണ്ടാക്കുക? ഒരേ റേഞ്ചാ ഉണ്ടാക്കുക. 20ഉം 70ഉം എന്താ ഉണ്ടാക്കുക? ഒരേ റേഞ്ചാ ഉണ്ടാക്കുക. പക്ഷെ ഡിഫറെന്റ് മാക്സിമം ഹൈറ്റ്സ് ആയിരിക്കും കേട്ടോ.
ഇവർ സെയിം റേഞ്ച് മാത്രമേ ഉണ്ടാക്കുള്ളൂ. മാക്സിമം ഹൈറ്റുകൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് resultant of two vectors A and B in terms of their magnitudes and angle theta between them. എടാ മക്കളെ, ഒന്നുമില്ല, ഒരു എ എന്ന വെക്ടർ ഇങ്ങനെ വരക്കുക, ഒരു ബി എന്ന വെക്ടർ ഇങ്ങനെ വരക്കുക. ആ രണ്ട് വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഇവിടെ പാരലോഗ്രാം എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും എന്ത് വരിക? ഇതായിരിക്കും റിസൾട്ടന്റ് വെക്ടർ വരിക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരക്കുക. സോ ഞാൻ പേര് കൊടുക്കുകയാണ് OPQST എന്ന് പേര് കൊടുത്താൽ OS എന്ന് പറയുന്നത് എന്തായിരിക്കും? റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതാ കാണാൻ പറഞ്ഞത്. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ എന്താ? റൂട്ട് ഓഫ് ഇത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ അല്ലേ? അപ്പൊ എന്താ വരിക? OQ സ്ക്വയർ പ്ലസ് QS സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക്, ഇത് ബി അല്ലേ? അത് ബി ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. അപ്പൊ ആ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? മോഡ് ബി ആണ് വരിക. സോ വാട്ട് ഈസ് PQ? PQ എന്ന് പറയുന്നത് മോഡ് ബി. ഇത് തീറ്റ ആയതുകൊണ്ട് ഇതും എന്താ? തീറ്റ. സോ ദിസ് ഇസ് ഓൾസോ തീറ്റ. മോഡ് ബി കോസ് തീറ്റ എന്ന് വരും. എന്ത്? PQ. SQ എന്താ വരിക? മോഡ് ബി സൈൻ തീറ്റ എന്നും വരും. ഓക്കെ, അപ്പൊ നമ്മൾ OQ കൊടുക്കുമ്പോൾ OQന് വാല്യൂ കൊടുക്കുമ്പോൾ എന്താ വരിക? സ്ക്വയർ പ്ലസ് 2 മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എല്ലാ ഡെറിവേഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണേ. ഇത് A+B ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ കൺവേർട്ട് ചെയ്യണം. ഇതും കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ കോസ് സ്ക്വയർ ബി മോഡ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് മോഡ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടാവും. അപ്പോൾ അവിടെ മോഡ് ബി സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ 1 ആയി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. റൈറ്റ്? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. റെഡി അല്ലേ മക്കളെ? യെസ്. ഓക്കെ, യെസ്. നൗ ലിസൺ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫിഗർ ഷോസ് the path of an object in uniform circular motion. Redraw the figure and mark the directions of velocity and acceleration of the particle at P. P യിലുള്ള പാർട്ടിക്കിളിന്റെ എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വെലോസിറ്റി മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻ പിന്നെ ആക്സിലറേഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ വെലോസിറ്റി ഇങ്ങനെ, ആക്സിലറേഷൻ ഇങ്ങനെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും. മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തെന്താ? An object moving in a circular path of radius 12 cm complete 7 revolutions in 100 seconds. What is angular speed? മക്കളെ നോക്ക്, ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 2π by ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു ടൈം പീരീഡ്. എങ്ങനെ കാണാൻ നിങ്ങൾക്ക്? ടൈം പീരീഡ് കാണല് ഇവിടെ നിങ്ങൾക്ക് റെവല്യൂഷൻസും അതിനെടുത്ത സമയമൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് ടൈം ടേക്കൺ ഫോർ n revolutions divided by number of revolutions made. That is equal to t എത്ര? 100 seconds. n എത്ര? 7. അപ്പോൾ t ടൈം പീരീഡ് എന്താ? 100/7 എന്നാണ് വരിക. സോ 2π by 100/7. ആ 7 മുകളിൽ കയറുമ്പോൾ 2π into 7/100 എന്നുണ്ടാകും. 14π by 100 എന്നുണ്ടാകും. എന്ത്? റേഡിയൻ പെർ സെക്കൻഡ്. സോൾവ് ചെയ്താൽ മതി. അടുത്ത് ഇനി എന്താ ചോദിക്കേ? ആൻഡ് ലീനിയർ സ്പീഡ് ഓഫ് മോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് കാണണം? വി കാണണം. വി എന്താ? ആറൊമേഗ. 6 എന്ന് പറഞ്ഞാൽ അത്രേ 12 സെന്റിമീറ്റർ. സോ 12 × 10⁻² ഇൻറ്റു ഒമേഗ 14π by 100. ഇത് സിംപ്ലിഫൈ ചെയ്താൽ അത്രയും മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? റെഡി ആണോടാ? പെർഫെക്റ്റ്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത്, എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram വിത്ത് വെലോസിറ്റി 20 meter at an angle 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of trajectory? ഒരു ബോഡി, ഒരു പ്രൊജക്ടൈൽ നമ്മൾ എറിയുന്നു. അങ്ങനെ എറിയുന്ന വെലോസിറ്റി എത്ര? 20 meter per second. എത്ര ആംഗിളിലാണ് എറിയുന്നത്? 40 ഡിഗ്രിയിലാണ് എറിഞ്ഞത് അല്ലേ? അപ്പൊ ആ ബോഡി എന്ത് ചെയ്യും? ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴും. ഓക്കെ, ഇനിയോ ഇവിടെ വന്ന് വീഴും.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലിസൺ, ഇവിടെ ചോദിച്ചാൽ എന്താ അറിയോ, ഈ പ്രൊജക്ടൈൽ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ എന്ത് കാണണം? അവൻ്റെ കൈനറ്റിക് എനർജി കാണണം. കൈനറ്റിക് എനർജി കാണണമെങ്കിൽ മാസും വെലോസിറ്റി അറിഞ്ഞാൽ മതി. ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് പോയിന്റിൽ അവൻ്റെ വെലോസിറ്റി എന്തായിരിക്കും എന്നറിയോ? 20 cos 40 ആയിരിക്കും. കാരണം ഇത് 20 cos 40 ആ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് അല്ലേ. അപ്പോൾ 20 cos 40 ആണ് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഉണ്ടാവുക. സോ അവിടുത്തെ കൈനറ്റിക് എനർജിയെ കാണാൻ പോവാണ്. എന്താ ഇക്വേഷൻ മക്കളെ? ഹാഫ് mv² ആ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എത്ര? 200 ഗ്രാം എന്ന് പറഞ്ഞിട്ട്. സോ 200/1000 കിലോഗ്രാമിലേക്ക് മാറി. ഇൻറ്റു വെലോസിറ്റി എത്ര? 20 cos 40ൻ്റെ എന്തുണ്ടാവും ഇവിടെ? സ്ക്വയർ ഉണ്ടാകും. ഇത് സിംപ്ലിഫൈ ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? യെസ്, റെഡി? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എന്താ മക്കളെ? ഹാഫ് mv² ആണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു അതിൻ്റെ മാസ് ഇൻറ്റു ഏറ്റവും ടോപ്പിലെത്തുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. ആൻസറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Listen. A stone tied to end by a string of 80 centimeter long is whirled in horizontal circle with a constant speed. What is the angle between velocity and acceleration at an instant of motion? 90 degree. കാരണം ഇതിങ്ങനെ റിവോൾവിങ് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ഉണ്ടാകും. സോറി, വെലോസിറ്റി ആക്സലറേഷൻ അല്ലേ, സോറി. ലിസൺ, നമ്മൾ നോക്കാം. റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെലോസിറ്റി ഇങ്ങനെ ഉണ്ടാവും, ആക്സലറേഷൻ ഇങ്ങോട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആംഗിൾ നമുക്ക് എത്ര പറയാം? 90 എന്ന് പറയാം. സോ ആൻസർ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ ശരിക്കും ജിയും കൂടി ഉണ്ട്. ജിയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻഡ് ആംഗിളും കൂടി വെച്ചുള്ള ജി ഇവിടെ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യാത്ത രീതിയിലേക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൻട്രി പെറ്റൽ ആക്സലറേഷൻ്റെ കേസ് വെച്ചാൽ ചോദിക്കുന്നതെങ്കിൽ 90 ഡിഗ്രിയാണ് വരിക. ഇനി ജിയും അതുപോലെ ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും വെലോസിറ്റി തമ്മിലാണ് ചോദിക്കുന്നതെങ്കിലും എന്താ വരിക മക്കളെ? പിന്നെ 90 തന്നെ വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the stone makes 14 revolutions in 25 seconds, so number of revolutions 14, time taken for the revolutions 25 seconds, what is magnitude of acceleration of stone? എന്താ വരിക മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് സ്റ്റോൺ എന്താ വരിക? v²/r ആണ് വേണ്ടത് അല്ലേ. v² എന്ന് പറയുമ്പോൾ v നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? v തന്നിട്ടില്ല. സോ ആക്സലറേഷൻ ഓഫ് സ്റ്റോൺ അല്ലേ കണ്ടത്? v തന്നിട്ടില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇവിടെ നോക്ക്, നമുക്ക് r⍵² എന്നുള്ള ഇക്വേഷൻ എടുക്കാം. സോ ഒമേഗ എങ്ങനെ കിട്ടും? ഒമേഗ പറഞ്ഞാൽ 2π/t അല്ലേ. ടൈം പീരീഡ് എങ്ങനെ കിട്ടുക? t/n അല്ലേ. സോ 25/40 ഉണ്ടാവും. അതെടുത്ത് ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒമേഗ കിട്ടും. ആ ഒമേഗയും ആറും തന്നിട്ടുണ്ട് എത്ര? 80 അല്ലേ. സോ 80 × 10⁻² ഇൻറ്റു ഒമേഗൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. അതിൻ്റെ സ്ക്വയർ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? AC കിട്ടി. m/s² AC കിട്ടി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇക്വേഷൻസ് കൃത്യമായി പഠിച്ചു വെക്കുക. അത് വെച്ച് ഡയറക്റ്റായി എന്ത് ചെയ്യുക? നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി അല്ലേ, എയും ബിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ a/b എന്താ? 0. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ അവരെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് F is equal to 3i + 4j - 5k ആൻഡ് 5i + 4j + 3k. ഇവർ തമ്മിലുള്ള ആംഗിൾ കാണണം. എടാ, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണുന്ന ഇക്വേഷൻ ആണ് cos θ is equal to a.b / mod a mod b is equal to. എങ്ങനെയാണ് a.b കാണുക? 3യും ഈ 5ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര ഉണ്ടാവും? 15 പ്ലസ് ഈ 4ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ? 16 പ്ലസ് -5ഉം 3യും മൾട്ടിപ്ലൈ ചെയ്യുക. -15 ഡിവൈഡ് ബൈ വാട്ട് ഈസ് മോഡ് എ. മോഡ് എ എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ചെയ്യേണ്ടത് f.d ആണ്. f.d ബൈ mod f ഇൻറ്റു mod d എന്ന് വരും. അപ്പോൾ ഇവിടെ താഴെ മോഡ് എഫ് പറഞ്ഞാൽ റൂട്ട് ഓഫ് എഫിൻ്റെ ഒപ്പം ആൾക്കാരൊക്കെ സ്ക്വയർ എടുക്കുക അല്ലേ. അപ്പോൾ എന്താ വരിക? √3² + 4² + 5² ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് ഡി പറഞ്ഞാൽ എന്താ?
5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഒരു നമ്പർ എന്ന് കിട്ടും. അവിടെ നിന്ന് എങ്ങനെയാണ് തീറ്റ ഫൈൻഡ് ചെയ്യുക? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ആ നമ്പർ. ഈ കിട്ടിയ നമ്പർ 0.8 ആണെങ്കിൽ, ഈ കിട്ടിയ നമ്പർ 0.8 ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 0.8 എന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യുക? ഷിഫ്റ്റ് നിൽക്കുക, കോസ് നിൽക്കുക. അപ്പോൾ അവിടെ കോസ് ഇൻവേഴ്സ് എന്ന് വരും. എന്നിട്ട് ഈ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പം ഈക്വൽ ടു അടിക്കുക. അപ്പം നിങ്ങൾ തീറ്റ വാല്യൂ കിട്ടും. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന രീതി പഠിച്ചു വെക്കുക. കോസ് തീറ്റ കിട്ടും. അവിടെ നിങ്ങൾക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? തീറ്റ ഫൈൻഡ് ചെയ്യാം ബൈ യൂസിങ് കോസ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി. ഓക്കെ, യെസ്. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ എന്തായാലും 90 ഡിഗ്രി വരെ. കാരണം ഇവിടെ നമ്മൾ A.B എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. എങ്ങനെ? 1 into 1 1 into 1 plus 1 into minus 1 1 into 1 plus 1 into minus 1. ആൻസർ ഈസ് 1 minus 1 is equal to 0. അപ്പോൾ A.B നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? വേം പറ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാമോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂസിങ് സെക്കൻഡ് ലോ ഡിറൈവ് ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. എന്താ സെക്കൻഡ് ലോ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡിയാണ്. സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഇവിടെ എഫ് എക്സ്റ്റേണൽ എഴുതണമെന്നില്ല, എഫ് എഴുതിയാൽ മതി. അതിന്റെ മീനിങ് സാധനം എന്താ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആട്ടോ. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നല്ലേ പറഞ്ഞ്? dp/dt. സോ എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു dp/dt. കോൺസ്റ്റന്റ് വാല്യൂ 1 ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു dp/dt എന്ന് പറയാം. സോ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാ ബൈ dt. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു dv/dt. dv/dt പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ? സോ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടി. സോ വി ഡിറൈവ് ദ ഇക്വേഷൻ. ഓക്കെ ആണോ? യെസ്. ഓക്കെ റിസ്വാന, ഹായ്. യെസ്. നൗ ലിസൺ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. അടുത്ത് നോക്കടാ, ലിസൺ. എ വെഹിക്കിൾ ഓഫ് മാസ് m is moving on a banked road of radius r. Okay, what are the various forces acting on the vehicle? ഒരു ബാങ്ക്ഡ് റോഡ്, ഇതാണ് കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാ ലൈക്ക് ദിസ് ഇങ്ങനെ ഉണ്ടാവും. കാർ ഇതാണ് നമ്മളുടെ കാറ്. ഇത് കാറിൻ്റെ ടയറാട്ടോ. ഇത് നമ്മളെ കാറാണ്. അല്ല, സോറി, ഇത് ഹെഡ്ലൈറ്റ്. കാറ് ഫ്രണ്ട് വ്യൂ ആട്ടോ മക്കളെ. ഇത് വൈപ്പർ. ഓക്കെ, സോ ലിസൺ. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. ഇവിടെ പറഞ്ഞത് ഫ്രിക്ഷൻ ഉണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞില്ല. ഫ്രിക്ഷൻ ഇല്ല എന്നുള്ള കേസിലെടുത്തായിട്ടോ. ഓക്കെ, ഫ്രിക്ഷൻ അല്ല വേണ്ട, ഫ്രിക്ഷനിൽ വെച്ചെടുത്തോ. സോ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് ഇവിടെ കാണിക്കാം. ലിസൺ, വെയിറ്റ് താഴേക്ക് കാണിക്കാം. ദാറ്റ് ഈസ് എം ജി വെയിറ്റ്. നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ഉണ്ടാവുക. ഇത് നോർമൽ റിയാക്ഷൻ ആർ. പിന്നെ ഈ ബോഡിയിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഫ്രിക്ഷൻ എഫ് എസ് ഇവിടെയും കാണിച്ചു. ഇനി കമ്പോണൻസ്
നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻ്റ് ആണ് ഒന്ന് ഇതും ഒന്ന് ഇതും ഒന്ന് ഇതും സോറി ഇത് രണ്ടും നോർമൽ റിയാക്ഷൻ്റെ എന്താടാ നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻസ് ആട്ടോ. ഇനി ഞാൻ ഇവിടെ നോക്കിക്കേ ഗ്രീനിൽ കാണിക്കാം. ഗ്രീനിൽ കാണിക്കുന്നതാ ഇത് ഇതും ഓക്കെ ഇതും സോറി ഇതല്ല ഇതും ഇതും ഇത് രണ്ടും ഫ്രിക്ഷൻ്റെ കമ്പോണൻസ് ആണ്. ഇനി മനസ്സിലാക്കേണ്ട മക്കളെ ഈ ആംഗിൾ ഇതാ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് തീറ്റ. ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് തീറ്റ. അത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും കൂടാ തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ആ ആംഗിൾ തീറ്റ. അപ്പോൾ ലിസൺ ഇത് തീറ്റ ഇത് 90 മൈനസ് തീറ്റ. അപ്പോൾ എന്താ തീറ്റ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഈ ആംഗിളും സെയിം ആയിക്കൂലേ തീറ്റ. ബാങ്കിങ് ആംഗിൾ ആണ്. നൗ ലിസൺ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്താ 90 മൈനസ് തീറ്റ. അപ്പോൾ ഈ ആംഗിൾ എന്താ തീറ്റ. അപ്പോൾ ഞാൻ ഈ ആംഗിളിന് എന്തെന്ന് കൊടുക്കും തീറ്റ എന്ന് കൊടുത്താൽ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് r cos theta and this here it is r sin theta. അപ്പം ഇനി ആര് വേണമെന്നില്ല r നമ്മൾ കമ്പൗണ്ട് ആക്കി. ഇനി ഫ്രിക്ഷൻ നമ്മൾ കമ്പൗണ്ട് ആക്കിയിട്ടുണ്ട്. ഫ്രിക്ഷൻ്റെ കമ്പൗണ്ട്സ് എഴുതാൻ പോവാണ്. ഇത് എഫ് എസ് എന്ന് പറഞ്ഞ വെക്ടർ ഇതാണ്. അതിൻ്റെ കമ്പൗണ്ട്സ് ഒന്ന് ഇത് എന്താ എഫ് എസ് കോസ് തീറ്റ. അടുത്തതാണ് ഇതെന്താ എഫ് എസ് സൈൻ തീറ്റ. എഫ് എസ് കോസ് തീറ്റയും എഫ് എസ് സൈൻ തീറ്റയും. അപ്പോൾ നിങ്ങളോട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ അറിയോ? ഏതൊക്കെ ഫോഴ്സാ ആക്ട് ചെയ്യാൻ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഒന്ന് ഇറ്റ്സ് ഓൺ വെയിറ്റ്, നോർമൽ റിയാക്ഷന്, ഫ്രിക്ഷൻ എന്ന് പറയാം. പിന്നെ അടുത്ത് ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓൺ വെഹിക്കിൾ ഓൺ ബാങ്ക് റോഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടുത്തെ മാക്സിമം സ്പീഡ് നിങ്ങൾ കാണണം. അപ്പോൾ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കട്ടോ. ഞാനൊക്കെ വേഗം പറഞ്ഞു പോവാട്ടാ. ഒരുപാട് സമയം എടുക്കേണ്ട ചാപ്റ്ററാണ് ഇതൊക്കെ. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. നാളത്തെ എക്സാം ആയതുകൊണ്ട് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് നോക്കടാ. ഇങ്ങോട്ടേക്കും രണ്ട് ഫോഴ്സുകളിലെ ആർ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും ആ രണ്ട് ഫോഴ്സുകളുമാണ് ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r എന്നാ പറയാം. mv²/r എന്ന് പറയുന്ന ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആളാണ് മക്കളെ ആര്? ഇത് പ്രൊവൈഡ് ചെയ്യേണ്ട ആളാണ് r sin theta പ്ലസ് എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, നൗ ഇത് ആര് പ്രൊവൈഡ് ചെയ്യേണ്ട ആളാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആള്. കാരണം ഇവിടെ നോക്കടാ, ഇവർ ഈ രണ്ട് ഫോഴ്സും ഇങ്ങോട്ടേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കായിരിക്കും എന്ത് ആക്ട് ചെയ്യുക? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇതാ ഇങ്ങോട്ടേക്ക്, ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക്. അപ്പോൾ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ ഇത് രണ്ടും. അപ്പോൾ അവരാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? ലോസ് ഓഫ് മോഷൻ വരെ ഒന്നും അല്ല കേട്ടോ ചാപ്റ്റർ വരുന്നത്. ലോസ് ഓഫ് മോഷനും അതുപോലെ തന്നെ വർക്ക് എനർജി പവറും സിസ്റ്റവും ഗ്രാവിറ്റേഷനും ഒക്കെ ഉണ്ട് ശരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എക്സാമിന് ഏകദേശം 8 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്കൊരു 7 ചാപ്റ്റർ വരെയെങ്കിലും നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് വർക്ക് എനർജി പവർ വരെയെങ്കിലും നിങ്ങൾ നോക്കുക. അത് വൃത്തിയായിട്ട് പഠിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി നമുക്ക് ഇനി എക്സാമിന് ശേഷം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ തരാം മക്കളെ, നിങ്ങൾ എല്ലാ ചാപ്റ്ററും കൂടി എന്ത് ചെയ്യാൻ നോക്കരുത്. പഠിച്ച് നിങ്ങൾ വെറുതെ ഒക്കെ കൊളാക്കാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ 3, 4, 5 ചാപ്റ്റർ, ഇനി ഒരു 6 ചാപ്റ്റർ ആണെങ്കിലും ആ 6 ചാപ്റ്റേഴ്സിനെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് പബ്ലിക് എക്സാമിലേക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. ഒരുപാട് വെറുതെ നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിന് കുറേ മാർക്ക് കിട്ടിയായിട്ട് എന്ത് ചെയ്യരുത്, കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വെറുതെ സ്ട്രെയിൻ എടുക്കണ്ട. ഓക്കെ, ലോസ് ഓഫ് മോഷൻ വരെയാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ വരെ വൃത്തിക്ക് പഠിച്ചോ. ലോസ് ഓഫ് മോഷൻ വരെ വൃത്തിക്ക് പഠിച്ചിട്ട് അത് വെച്ച് നിങ്ങൾ എക്സാം എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, യെസ്, ഫൈൻ. സോ ഇനി നോക്കടാ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഇങ്ങോട്ടേക്കൊരു ഫോഴ്സും അത് രണ്ടും കൂടിയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഇനി അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ, മുകളിലേക്കുള്ള ഫോഴ്സ് ആരാ? ആർ കോസ് തീറ്റ. താഴേക്കുള്ള ഫോഴ്സ് ഏതൊക്കെ നോക്കടാ? mgയും എഫ് എസ് സൈൻ തീറ്റയും. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്തെഴുതാം നോക്കടാ. ഇവിടെ നോക്കട്ടോ, ആർ കോസ് തീറ്റ മുകളിലേക്കുള്ള ഫോഴ്സ് ആണ്. താഴേക്കുള്ള മൊത്തം ഫോഴ്സ് mg പ്ലസ് എഫ് എസ് സൈൻ തീറ്റയാണ്. ശരിയല്ല മക്കളെ? ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയൂടെ എം ജി ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെയെന്ന്. എന്താണ്? എം ജി ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്നെഴുതാം. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻസ് മക്കൾ നോക്കിക്കേ. ഈ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, എന്താ കിട്ടുക നോക്ക്. ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എം വി സ്ക്വയർ ബൈ ആർ ബൈ എം ജി ബൈ 1, എം ജി എന്നുള്ള എം ജി ബൈ 1 എഴുതിക്കോ, ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ പ്ലസ് മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് വരും. അപ്പൊ ഇവിടെ ഈ എമ്മും ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി എന്ന് ഇവിടെ വരും, ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസിനെ മ്യൂ എസ് ആർ എന്ന് എഴുതാം, മ്യൂ എസ് ആർ കോസ് തീറ്റ ബൈ ആർ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് ആർ സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് എല്ലായിടത്തുനിന്നും ഒരു ആറ് കോമൺ ആക്കി എടുത്ത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായടാ നോക്കിക്കേ. നമ്മുടെ ഇക്വേഷൻ എന്തായി നോക്കിക്കേ. ഇതാ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കട്ടോ. ഈ ഒരു ഇക്വേഷൻ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി എഴുതാണ് നോക്ക്. വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്ന് വരും. നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോസ് തീറ്റ കൊണ്ട് ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്യുന്നു, അതുപോലെ കോസ് തീറ്റ കൊണ്ട് നിങ്ങൾ എന്തും ഡിവൈഡ് ചെയ്യുന്നു. ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക നോക്ക്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ cos theta by cos theta minus mu s sin theta by cos theta is equal to what is tan theta plus mu s by 1 minus mu s tan theta എന്ന് വരും. ഓക്കെ അല്ലേ? ഇനിയാണ് അപ്പൊ എന്ത് v സ്ക്വയർ ബൈ ആർ ജി എന്ന് പറയുന്നത് tan theta plus mu s by 1 minus mu s tan theta ആണ്. അവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് വരും. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് വി? ഇത് ഒഴിവാക്കുമ്പോൾ റൂട്ട് ഓഫ് എന്ന് വരും. സോ ആൻസർ ഈസ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ. ഇനി അടുത്ത മക്കളെ എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ്. എന്താടാ? എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ്. 1 സെക്കൻഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പൊക്കി അടുത്ത പേജ് കൊണ്ടുപോയിടാം. ഓക്കെ, ലിസൺ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ലിസൺ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണം. ലിസൺ, എന്താ ക്വസ്റ്റ്യൻ നോക്ക്. എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 മീറ്റർ. സോ ആർ എത്ര? 300 മീറ്റർ. ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ എത്ര? 15 ഡിഗ്രി. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ വീൽസ് ഓഫ് എ കാർ ആൻഡ് റോഡ് ഈസ് മ്യൂ എസ് 0.2, വാട്ട് ഈസ് ഒപ്റ്റിമം സ്പീഡ് ഓഫ് ദി കാർ? നിങ്ങൾ എന്ത് കാണണം? കാറിന്റെ ഒപ്റ്റിമം സ്പീഡ് കാണണം. അപ്പോൾ ബാങ്കിങ് ഉണ്ട്, ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, കാർ ചെരിഞ്ഞാൽ നിൽക്കണ ഫ്രിക്ഷനും ഉണ്ട്, മ്യൂ എസും ഉണ്ട്. സോ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു root of rg into tan theta minus tan theta. നമ്മൾ ഈ പഠിച്ച ഇക്വേഷനിലെ മക്കളെ നേരം കൊടുത്തായിട്ടോ. ഓക്കെ, ഇപ്പം എന്ത് വരും? ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് വരും. ഇസ് ഈക്വൽ ടു വാല്യൂസ് കൊടുക്കാം. എന്താണ് വരിക? 300 ഇൻറ്റു ജിക്ക് 10 കൊടുത്തോ. ടാൻ തീറ്റ ടാൻ 15 പ്ലസ് മ്യൂ എസ് എന്ന് പറഞ്ഞാൽ 0.2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 ഇൻറ്റു ടാൻ 15 എന്ന് വരും. ഇത് സോൾവ് ചെയ്യാം, ആൻസർ ചെയ്താൽ. ഓക്കെ, റെഡി? തീറ്റ 15 ഡിഗ്രിടാ, ആംഗിൾ തീറ്റ 15 ട്ടോ. ഓക്കെ, നെക്സ്റ്റ്. റെഡി?
അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോ. When a moving bus suddenly stops, passengers tends to fall forward. ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ പാസഞ്ചേഴ്സ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ നോക്കൂ അല്ലേ? അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ. ഇനർഷ്യ ഓഫ് മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്ക്രൈബ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്തിനെ കുറിച്ചാ പറഞ്ഞതെന്ന്? ഇനർഷ്യനെ കുറിച്ചാ പറഞ്ഞത് അല്ലേ? ഓക്കെ, അടുത്ത് ഇത് നമ്മൾ പറഞ്ഞതാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ. ബി എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്. സി എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഡി എന്ന് പറഞ്ഞാൽ എന്താടാ? ഫ്രിക്ഷൻ. അപ്പോൾ ഓരോ ഫോഴ്സും എന്താന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. Okay, next one. Write the equation which equate forces on the. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. Okay. State the law of static friction. The law of static friction മക്കളെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. Listen, law of ശരിക്കും 4 ലോസ് ഉണ്ട്. ഒരു മാർക്കാണെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് the value of limiting friction അല്ലെങ്കിൽ the value of maximum static friction is directly proportional to the normal reaction എന്ന് പറഞ്ഞാൽ മതി. എന്തായി? ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ ഒന്നായി. അപ്പോൾ ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ഏതാണ്? ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ ദ വാല്യൂ ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ഓക്കെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. ഇക്വേഷൻ എഴുതുക. കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി. ഒരു ബോഡിയിൽ എന്തില്ല? ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഈ ബോഡിയുടെ മൊമെന്റം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ കൺസർവ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ ബോഡി then the total linear momentum of that body will be conserved. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേടാ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത കേസിലേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ലിസൺ. The static friction comes into play. The static friction comes into play. അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താടാ? വരുന്നു എപ്പോഴാ? At the moment the force is applied. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നു. കറക്റ്റ് ആണ്. Write the relation between static friction and normal reaction. Listen, static friction is equal to mu s into r ആണ് relation between static friction and normal reaction വരിക. അടുത്ത് determine the maximum acceleration of train in which box lying on its floor will remain stationary given that coefficient of friction between. Okay, എടാ ഒരു ട്രെയിൻ, ഇതൊരു ട്രെയിൻ ആണ്. ഈ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഈ ഒരു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്ലാറ്റ്ഫോമിലായിട്ട് നമ്മൾ എന്ത് വെക്കുന്നു? ഒരു ബോക്സ് വെക്കുന്നു. ആ ബോക്സ് ട്രെയിനിൻ്റെ ഫ്ലോറിലൂടെ റിലേറ്റീവ്ലി മൂവ് ചെയ്യാതെ ഈ ട്രെയിനിന് പോകാവുന്ന മാക്സിമം ആക്സലറേഷൻ, അതായത് ട്രെയിൻ ഒരു പ്രത്യേക ആക്സലറേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് നിരങ്ങിപ്പോവും. അപ്പോൾ ഇവിടെ സ്യൂഡോ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും പോകണില്ല, നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ലിസൺ, ഒരു ബ്ലോക്ക്, ഒരു സാധനത്തിന്റെ മുകളിൽ വേറെ സാധനം വെക്കുക. എന്നിട്ട് ആ സാധനം എത്ര മാക്സിമം ആക്സലറേഷനിൽ പോയാലാണ് ഇത് വീഴാതിരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? എം എക്സ് ഇസ് ഈക്വൽ, മക്കളെ പഠിച്ചോ, മ്യൂ എസ് ഇൻറ്റു ജി ആണ്. മ്യൂ എസ് ഇൻറ്റു ജി. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ഒരു സമയം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ഈ ഒരു ഇക്വേഷൻ വെച്ച് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? മ്യൂ എസിൻ്റെ വാല്യൂ 0.15 ആണ്. സോ 0.15 ഇൻറ്റു ജി 10. സോ ആൻസർ ഈസ് 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഈ ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ ഈ ബ്ലോക്ക് അവിടെ നിന്ന് അനങ്ങൂല, ആ വെച്ചോടുത്തുണ്ടാവും. എന്നാൽ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനേക്കാൾ കൂടുതൽ ആക്സലറേഷനിൽ പോയാലോ ഈ ബ്ലോക്ക് നിരങ്ങും.
ഓക്കെ അല്ലേ? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വൈസ് ഇപ്പോൾ തൽക്കാലം പഠിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. എപ്പോഴാണ് ചോദിച്ചാൽ എക്സാം കഴിഞ്ഞ് പബ്ലിക് എക്സാമിൻ്റെ മുൻപായിട്ട് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഫുൾ എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യും. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ചാനൽ വഴി നമ്മൾ കവർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്കത് ഏറ്റവും ബെനിഫിറ്റ് ആവുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് നിങ്ങളെ പബ്ലിക് എക്സാം അനുബന്ധിച്ച് ഒരു മാരത്തോൺ ഇതുപോലെ ലൈവ് ഉണ്ടാകും. ആ ലൈവോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സും പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ആക്കും, നിങ്ങളെ നല്ല മാർക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്ത് സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്ര മാർക്കാണ് നോക്കിയിട്ട് എഴുതിയാൽ മതി? 2 മാർക്കുണ്ട്. സോ നിങ്ങൾക്ക് 2-3 പോയിന്റ്സ് എഴുതാം. ഒന്ന് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, the value of maximum static friction is directly proportional to normal reaction. രണ്ടാമത്തത്, the frictional force acts tangential to the two surfaces in contact. മൂന്നാമത്തത്, the value of limiting friction or static friction depends on nature of two surfaces in contact. നാലാമത്തത്, the value of static friction does not depends on area of contact. ഈ 4 പോയിന്റ്സ് മക്കൾ പഠിച്ചു വെക്കുക. അതാണ് എന്ത്, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിസൺ, എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. എന്താ മക്കളെ? ഇമ്പൾസീവ് ഫോഴ്സ്. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഫോർ എ ഷോർട്ട് ഇന്റർവെൽസ് ഓഫ് ടൈം ആണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് മൊമെന്റത്തിന്റെ അതേ യൂണിറ്റ് ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത്, 2 billiards ball each of mass 0.05 kilogram moving in opposite direction with speed 6 meter per second. 6 meter per second. Mass is 0.05 kilograms. What is the impulse imparted to each ball due to the other? ഇവിടെ നിങ്ങൾ ഇമ്പൾസ് കാണണം. ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ? mv മൈനസ് mu ആണ്. mv മൈനസ് mu. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ബോളിനെ വെച്ചാണ് ഇമ്പൾസ് പറയുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവർ ഇടിച്ചിട്ട് പിന്നെ പോവുക ഇങ്ങനല്ലേ എന്ന്. 6 meter per second എന്ത് ചെയ്യാണ്? അവരിടിച്ചിട്ട് പിന്നെ എങ്ങനെ പോവാണ്. അപ്പോൾ ഇവനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഫൈനൽ വെലോസിറ്റി. ഇവനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് എന്ത്? ഫൈനൽ വെലോസിറ്റി. നമുക്ക് ഇവനെ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. ഓനെ കൺസിഡർ ചെയ്യുമ്പോൾ എം എത്ര? ഓക്കെ, അപ്പോൾ 0.05 ഇൻറ്റു വി മൈനസ് യു, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 ഇൻറ്റു വി എത്ര? 6 പ്ലസ് 6 റൈറ്റിലേക്ക് ആയതുകൊണ്ട് മൈനസ്, ഇത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് -6. സോ -6. അപ്പം എന്താ? 0.05 ഇൻറ്റു 6 + 6 12. അപ്പോൾ 12 ഇൻറ്റു എന്ത്? അപ്പോൾ 12 ഇൻറ്റു 5 അടിക്കുമ്പോൾ 0.1 60 ഉണ്ടാവും. 16ന്റെ 2 പ്ലേസ്. അപ്പോൾ 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മക്കളെ എന്ത്? ഇമ്പൾസ് വരിക. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോടാ? സെറ്റാണോ? റെഡിയാണോ? Ready? A ball is fired from a heavy gun. ഒരു ഹെവി ഗണ്ണിൽ നിന്ന് ഒരു ബോൾ എന്ത് ചെയ്യാണ്? ഫയർ ചെയ്യാണ്. Now choose the correct options. Speed of gun and bullet are equal. തെറ്റാണ്. ബുള്ളറ്റിന്റെ ഫയറിംഗ് നമ്മൾ പഠിച്ചതാ. ബുള്ളറ്റിന്റെ ഫയറിംഗിൽ ബുള്ളറ്റ് ബാക്കോട്ടും നീങ്ങും, ഗണ്ണ് ബാക്കോട്ടും നീങ്ങും, ബുള്ളറ്റ് മുന്നോട്ടും നീങ്ങും. ശരിയല്ലേ? യെസ്. സോ അവിടെ സ്പീഡ് ഓഫ് ഗണ്ണും സ്പീഡ് ഓഫ് ബുള്ളറ്റും എന്തല്ലായിരുന്നു? സെയിം അല്ലായിരുന്നു. സോ നമുക്ക് ഈ ഓപ്ഷൻ തെറ്റെന്ന് പറയാം. മൊമെന്റ ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറക്റ്റ് ആണ്. ഈ ഗണ്ണിന്റെയും ബുള്ളറ്റിന്റെയും എന്ത് വെലോസിറ്റികൾ ഒരിക്കലും ഈക്വൽ അല്ല, പക്ഷേ അവരെ മൊമെന്റങ്ങൾ എന്താണ്? ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അത് കറക്റ്റ് ആണ്. മൊമെന്റ ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആർ ഇൻ സെയിം ഡയറക്ഷൻ അല്ല. ഇവരെ മൊമെന്റംസ് എന്തല്ല? സെയിം ഡയറക്ഷനിലല്ല. സോ അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാ. വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. തെറ്റാ. Now by using a suitable conservation law in physics, prove your answer.
according to conservation of momentum. If there is no net external force on a body, then the total momentum of that body will be conserved. അല്ലേ, ഒരു ബോഡീൻ്റെ മൊമെൻറ്റം കൺസർവ് ചെയ്യും എപ്പം, ആ ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് ബുള്ളറ്റ് ഫയറിംഗ് പ്രോസസ്സിൽ എന്തില്ല, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, ബുള്ളറ്റ് ഇങ്ങനെ പോവും. ഗണ്ണ് ബാക്കോട്ടേക്കില്ലേ, ബുള്ളറ്റ് മുന്നോട്ടേക്ക് വി വെലോസിറ്റിയിൽ, ഗണ്ണ് ബാക്കോട്ട് വി വെലോസിറ്റിയിൽ പോകും. മാസ് എം, ഇവിടെ മാസ് എന്താ, സ്മോൾ എം. ഓക്കെ, നൗ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങളോട് പറഞ്ഞാൽ എന്താണ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മളിവിടെ വാലിഡ് ആണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇവിടെ വാലിഡ് ആണ്. അപ്പൊ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം, ഇവിടെ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് 0 ആയിരുന്നു, മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് എന്താവണം, 0 ആവണം. സോ എം വി ഇതാണ് ബുള്ളറ്റിന്റെ മൊമെൻറ്റം അല്ലേ, പ്ലസ് മൈനസ് എം വി ഇതാ ഗണ്ണിന്റെ മൊമെൻറ്റം അല്ലേ, ടോട്ടൽ മൊമെൻറ്റം എന്താക്കി, 0 ആക്കി. ഓക്കെ, നൗ എന്ത് പറയാം നമുക്ക്, സ്മോൾ എം വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം വി എന്ന് പറയാം. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് റീകോയിൽ വെലോസിറ്റി, മക്കളെ എന്താ റീകോയിൽ, സോറി ഇവിടെ നെഗറ്റീവ് കൊടുക്കണ്ട, പ്ലസ് ഇട്ട് ചെയ്യുക. കാരണം എന്താ അറിയോ, നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് എം വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഗണ്ണിന്റെ മൊമെന്റവും ബുള്ളറ്റിന്റെ മൊമെന്റവും എന്താണ്, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നൗ ഇവിടുന്ന് വാട്ട് ഈസ് വി, മൈനസ് എം വി ബൈ എന്ത് വരും, എം എന്ന് വരും. ഓക്കെ അല്ലേ, ഇതാണ് റീകോയിൽ വെലോസിറ്റി കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ മതി, ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ഇത്രയും എഴുതി വെച്ചാൽ മതി. അപ്പം കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം നമുക്ക് രണ്ടാളുടെയും മൊമെന്റം എന്താണ്, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് എന്നുള്ളത് കിട്ടി. അതാണ് പ്രൂഫായി ചോദിച്ചത്. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മീൻസ് മാർക്ക് സൂപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ, അപ്പൊ നമ്മൾ ഏകദേശം എന്താ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ opposes impending motion. Write the mathematical equation currently limiting value. നമ്മൾ പറഞ്ഞതാട്ടോ. You choose cut statement. Both kinetic energy static friction are independent of area of contact. അല്ലേ, ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ ഏരിയനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് kinetic friction depends on area of contact. തെറ്റാണ്. static friction depends on area of contact. ഏരിയ ഡിപ്പെൻഡ് ചെയ്യൂല ഫ്രിക്ഷൻ. both kinetic friction depend on area. തെറ്റാണ്. അടുത്ത് a mass rests on horizontal plane like this. The plane is gradually inclined until at an angle theta. Now the mass just begins to slide. Show that coefficient of static friction between the block and surface is equal to tan theta. ഇവിടെ coefficient of friction tan theta എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പം മക്കളെ ഇവിടെ നോക്കിയാൽ ഇവിടെ ആരുണ്ടാവും, താഴേക്കാരുണ്ട്, എം ജി ഉണ്ട്, ഇങ്ങോട്ടേക്ക് ആരുണ്ടടാ, ഫ്രിക്ഷൻ ഉണ്ട്, എഫ് എസ്. ഓക്കെ, സോ ഞാൻ ഈ എം ജി കമ്പൗണ്ട് ആക്കാൻ പോവാം. ഇതിൽ ഒരു കമ്പൗണ്ട് ഇങ്ങനെ, ഒരു കമ്പൗണ്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. സോ ലിസൺ, ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്താ 90 മൈനസ് തീറ്റ, ഇതെന്താ തീറ്റ. നൗ ലിസൺ, അപ്പം ഞാൻ ഈ ആംഗിൾ കാണിക്കാൻ പോവാണ്. ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. അത് തീറ്റ ആണെങ്കിൽ ദിസ് വിൽ ബി എം ജി കോസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി എം ജി സൈൻ തീറ്റ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ ഇവിടെ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടാകും, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും. ഓക്കെ, സോ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എസ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ഇൻറ്റു ആർ ആണ്, ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ പറഞ്ഞാൽ അവിടെ എന്താ, എം ജി കോസ് തീറ്റ ആണ്. ശരിയല്ലേ? ഇനി നമ്മൾ കാണാൻ പറഞ്ഞ എന്താ, ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, പിന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ടാൻ തീറ്റ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എഫ് എസ് കിട്ടി, എന്താ, മ്യൂ എസ് എം ജി കോസ് തീറ്റ. ഇവിടുന്ന് നോർമൽ റിയാക്ഷൻ എന്താ, എം ജി കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സും ക്യാൻസൽ ഔട്ട്, ഈ ഫോഴ്സും ക്യാൻസൽ ഔട്ട്. അപ്പോൾ ഈ ബോഡി ഇപ്പോൾ ഇക്വിലിബ്രിയം ആണ്, അപ്പോൾ മൊത്തം ക്യാൻസൽ ഔട്ട് ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, എഫ് എസ് ബൈ ആർ ചെയ്ത് നോക്കാം. ഇവിടുന്ന് എഫ് എസ് ബൈ ആർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, മ്യൂ എസ് ആർ ബൈ എന്താ, എം ജി കോസ് തീറ്റ എന്ന് വരും. മ്യൂ എസ് ആർ ബൈ എം ജി കോസ് തീറ്റ. ഓക്കെ അല്ലേ? സോറി, യെസ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കടാ,
ഓക്കെ, ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ വേറൊക്കെ സംഭവിച്ചു. നമുക്ക് ആ ടാൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ എഫ് എസിന് ഞാൻ എന്ത് ചെയ്താൽ പോലെ മക്കളെ, ഈ എഫ് എസിന് ഞാൻ ഇതാ ഇതിപ്പോൾ ഈ എഫ് എസും ഈ എം ജി സൈൻ തീറ്റയും കട്ടായി പോകണ്ടേ, എന്നാലല്ലേ അത് സ്റ്റേബിളായി നിൽക്കുള്ളൂ അവിടെ. അപ്പോൾ ഈ എഫ് എസ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. എന്നിട്ട് ദി ഇക്വേഷൻ 1 ദി ഇക്വേഷൻ 2 എഫ് എസ് ബൈ ആർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക പറ, എം ജി സൈൻ തീറ്റ ബൈ എം ജി കോസ് തീറ്റ. എം ജി ക്യാൻസൽ, സോ എന്ത് കിട്ടും, ടാൻ തീറ്റ. എന്താണ് എഫ് എസ്? എഫ് എസ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ഇൻറ്റു ആർ ആ. സോ വാട്ട് ഈസ് മ്യൂ എസ്, എഫ് എസ് ബൈ ആർ അല്ലേ. അപ്പോൾ ഈ സാധനം എന്താ മ്യൂ എസ് ആണെന്നുള്ളത് മനസ്സിലായി. സോ മ്യൂ എസ് ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം, ടാൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. റെഡി? ഓക്കെ, അതായത് ഇവിടെ ഫോഴ്സ് കമ്പോണൻസ് ആക്കുക, എന്നിട്ട് ഈ ഫ്രിക്ഷനും ഈ ഫോഴ്സും കട്ടായി പോകണം, നോർമൽ റിയാക്ഷനും ഈ എം ജി കോസിറ്റിയും കട്ടായാലേ ഇയാൾ ഇങ്ങനെ സൂപ്പറായി ഇവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇയാൾ താഴേക്ക് സ്ലൈഡ് ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണോ? റെഡി? ഓക്കേടാ. നെക്സ്റ്റ്, the rate of change of total momentum of a system of many particles proportional to system is rate of change of momentum എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക, എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് മക്കളെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചു. റെഡി? ഓക്കെ, ലോസ് ഓഫ് മോഷൻ വരെ മതിയോ നിങ്ങൾക്ക്? ഇത്ര ചാപ്റ്റേഴ്സ് മതിയോ? പോരാ, നമുക്ക് അടുത്ത് നോക്കാം. ലിസൺ. നെക്സ്റ്റ് വൺ ഈസ് വർക്ക്, എനർജി ആൻഡ് പവർ. വർക്ക്, എനർജി ആൻഡ് പവറിൽ എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാം മക്കളെ. നോക്കാം. ഫസ്റ്റ് വൺ, an object is dropped from a height h as shown below. താഴെ കൊടുത്തതിൽ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഷോ ദാറ്റ് ദ ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ് അറ്റ് പോയിന്റ്സ് എ ബി ആൻഡ് സി. എയിലും ബിയിലും സിയിലും ടോട്ടൽ എനർജി എന്താകുന്നു? ഹലോ, ഞാനിപ്പോൾ വരുകയാണ്. വരുകോ? ഓ, വരുന്നെന്ന് ഉദ്ദേശിച്ചേക്കില്ല ഹംസ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ പേടിച്ചുപോയി. ഞാനിപ്പോൾ വരുക എന്നൊരു ജീവിന്റെ പേരാ. ഓക്കെ, so show that total energy is conserved at points A, B and C. എടാ മക്കളെ, 3 പോയിന്റ്സിലെയും ടോട്ടൽ എനർജി കൺസർവ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യൽതാ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വരക്കാം. അവിടെ നോക്കിക്കോ, ഇതാണ് ബോഡി. ഇവൻ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ യു എന്താ, 0. അങ്ങനെ വന്ന് ഓൻ ഈ പോയിന്റിലെത്തും, പിന്നെ ഏറ്റവും താഴത്തെ പോയിന്റിലും എത്തും. ടോട്ടൽ ഹൈറ്റ് നമുക്ക് h ആയിട്ട് എടുക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഓക്കെ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താക്കി എടുക്കാം, എക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതെന്താ വരിക, h മൈനസ് എക്സ് എന്നുണ്ടാവും. ഓക്കെ, നൗ ഞാൻ അറ്റ് എ പറയാൻ പോവാണ്. എയിൽ എന്തില്ല, താഴേക്ക് ഡ്രോപ്പ് ചെയ്യല്ലേ. സോ പൊട്ടൻഷ്യൽ എനർജി എന്താടാ, എം ജി എച്ച്. കൈനറ്റിക് എനർജി എന്താടാ, 0. സോ ടോട്ടൽ എനർജി എന്താ, എം ജി എച്ച് പ്ലസ് 0, ദാറ്റ് ഈസ് എം ജി എച്ച്. കഴിഞ്ഞു. ഇനി അറ്റ് ബി. ബീൻ്റെ അവസ്ഥ എന്താ? ബീൻ്റെ അവസ്ഥ, യെസ്, റഫീഖ് ബീഗം ഹായ്. എത്ര ചാപ്റ്റർ ഉണ്ട് എക്സാമിന്? ചാപ്റ്റർ ഹംസ 5 ചാപ്റ്റർ ഒന്നും അല്ല. ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 8-9 ചാപ്റ്റേഴ്സ് ഒക്കെ ആണ് പറയപ്പെടുന്നത്. ഒരു 7-8 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. നമുക്കൊരു 6 ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം വൃത്തിയായിട്ട്. തൽക്കാലം ഒരു 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ലോണം പഠിക്കുക. എല്ലാം കൂടെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ടോപ്പ് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. ക്രിസ്മസ് എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്രിസ്മസ് എക്സാമിന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക കഴിയണത്രേ.
അത് വൃത്തിയായിട്ട് പഠിക്കുക. അത് പബ്ലിക് എക്സാമിനേഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി എന്ന ലെവലിലേക്ക് പഠിച്ചാൽ മതി. റൈറ്റ്, ഓക്കെ. സോ നോക്ക്, അറ്റ് ബി എന്ന പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ബി എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി എത്ര മക്കളെ ഉണ്ടാവുക? എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. ലക്ഷ്മി വർക്ക് എനർജി അപ്പോൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? എത്രയാണ് കൈനറ്റിക് എനർജി മക്കളെ നോക്കാടാ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇവിടെ എത്തുമ്പോഴുള്ള അവൻ്റെ വെലോസിറ്റി ഞാൻ വി ആക്കി എടുക്കുകയാണെങ്കിൽ വി സ്ക്വയർ എന്നുണ്ടാവും. സോ ഞാൻ വി സ്ക്വയർ കാണാൻ പോവാടാ. ഞാൻ ഇതാ ഈ ഒരു മോഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആടെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ വി സ്ക്വയർ എന്താ? 0 സ്ക്വയർ. യു സ്ക്വയർ എന്താ? വി സ്ക്വയർ 0 സ്ക്വയർ അല്ല, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ എന്താ? 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്താ? മൈനസ് ജി, എസ് എന്താ? മൈനസ് എക്സ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gx എന്നുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഇതിനെന്ത് കൊടുക്കുക? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gx എന്ന് കൊടുത്താൽ 2 കട്ട് mgx എന്ന് കിട്ടും. റെഡിയല്ലേ? സോ mgx എന്ന് കിട്ടി. സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? mgx. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgxും mgh മൈനസ് എക്സും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പം എന്താ? mgx പ്ലസ് mgh മൈനസ് mgx. അപ്പോൾ രണ്ടും എന്താവും? കട്ടാവും. സോ mgh തന്നെ വരും. ശരിയല്ലേ മക്കളെ? mgh തന്നെ വരും അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി എന്ത് കിട്ടി? mgh എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി എന്ത് കിട്ടുകയാടാ? mgh തന്നെ കിട്ടി. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് mgh എന്ന് കിട്ടി. സോ ലിസൺ, അപ്പോൾ mgh ആയി. ഇനി നമുക്ക് ഏത് പോയിന്റ് ആണ് നോക്കേണ്ടത് പറയും? എ നോക്കി ബി നോക്കിയില്ലേ? എയിലും ബിയിലും ടോട്ടൽ എനർജി എന്താ? mgh ആ. ഇനി അറ്റ് സി നോക്കുകയാണെങ്കിൽ ലിസൺ, അറ്റ് സി നോക്കുകയാണെങ്കിൽ സീൻ്റെ അവസ്ഥ എന്താ? സി നിലത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക. നിലത്ത് ടച്ച് ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ? 0. അവൻ്റെ കൈനറ്റിക് എനർജി എന്താ? ഹാഫ് ഇൻറ്റു ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി വി ഡാഷ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ എന്ന വരെ അല്ലേ? ഇസ് ഈക്വൽ ടു. അപ്പം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എന്താ മക്കളെ വരിക പറ? വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു മൈനസ് എച്ച് എന്നുണ്ടാവും. സോ വി ഡാഷ് സ്ക്വയർ എന്താ? 2gh എന്നുണ്ടാവും. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh ഇത് കട്ടാവുമ്പം mgh എന്ന് വന്നു. സോ വാട്ട് ഈസ് ടോട്ടൽ എനർജി? ഇസ് ഈക്വൽ ടു mgh. അപ്പോൾ ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടി? mgh എന്ന് കിട്ടി. അപ്പം എയും ബിയും സിയും ഇവിടെ ഒക്കെ ഉള്ള ടോട്ടൽ എനർജി എന്താണ്? സെയിം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ പഠിച്ചു വെക്കണം. അടുത്ത് two bodies of masses m1 and m2 have same linear momentum, p same ആണ്. What is the ratio of their kinetic energies? അപ്പോൾ നിങ്ങൾ അറിയണം what is relation between kinetic energy and momentum? ke is equal to p square by 2m ആണ്. 0.2000 ശിവാനന്ദ് അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് കേട്ടോ. 0.2000 1 2 3 4 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ ലിസൺ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാണ് കൈനറ്റിക് എനർജിയിലെ ചോദിച്ചെന്താ? ആർക്കാണ് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി? അപ്പോൾ ലിസൺ, ഒന്നാമത്തോൻ്റെ കൈനറ്റിക് എനർജി ബൈ രണ്ടാമത്തവൻ്റെ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഒന്നാമത്തോൻ്റെ പി സ്ക്വയർ ബൈ ഒന്നാമത്തോൻ്റെ 2m1 ബൈ രണ്ടാമത്തോൻ്റെ പി സ്ക്വയർ ബൈ അവൻ്റെ 2 ടൈംസ് മാസ്. സോ
p square cut 2 cut answer is m2 by എന്തെന്നുണ്ടാകും m1. ഇതാണ് എന്ത് റേഷ്യോ ഓഫ് their kinetic energies എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. വർക്കിന്റെ സൈന് കാണണം. വർക്ക് ഡൺ ബൈ എ മാൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. ഒരു ബക്കറ്റ് ഒരാൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങട്ടാ? മുകളിലേക്ക്. ബക്കറ്റിന് ഡിസ്പ്ലേസ്മെന്റും എങ്ങട്ടാ? മുകളിലേക്ക്. അതുകൊണ്ട് എന്ത് വർക്കാ? പോസിറ്റീവ് വർക്ക്. നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ആ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്കാ ചോദിച്ച്. സോ വർക്ക് ഡൺ നമ്മൾ നോക്കുമ്പോൾ ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കാണ്. സോ ഈ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ എന്താ? പോസിറ്റീവ്. ഇതെന്താ? നെഗറ്റീവ്. ഓക്കെ, അടുത്ത് വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി ഓൺ എ റഫ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ബോഡി ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ മൂവ് ചെയ്യാന്ന്. അപ്പോൾ വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ഈസ് എന്താ മക്കളെ? ദാറ്റ് ഈസ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് അത് പോസിറ്റീവ് വർക്കായിരിക്കും. ഇനി അടുത്ത് വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. ഒരു വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഡുലത്തിൽ എയർ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന വർക്കാ ചോദിച്ച്. എയർ റെസിസ്റ്റൻസ് പെൻഡുലത്തിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവുക. പെൻഡുലം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒപ്പോസിങ് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതും എന്താടാ? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ വർക്കിന്റെ കേസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ലിസൺ. ഗ്രാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് ആൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ് ഈസ് ഷോൺ. ഇതില് ഒരു സ്പ്രിങ്ങിലുള്ള ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പ്രിങ്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാവുക. എനിവേ, ഇവിടെ നിങ്ങൾ ചോദിച്ച പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ഏതൊക്കെ ചോദിച്ചാൽ ഇതാണ് മക്കളെ. ഏത്? എ ആണ്. ഏത്? ടോട്ടൽ എനർജി. ഇനി കൈനറ്റിക് എനർജി ഏതാ ചോദിച്ചാൽ ഈ ഗ്രാഫ്, ഇത് സി അല്ലെ? സി എന്ന ഗ്രാഫാണ് എന്ത്? കൈനറ്റിക് എനർജി. ബി എന്ന ഗ്രാഫാണ് മക്കളെ എന്ത്? പൊട്ടൻഷ്യൽ എനർജി. സോ എ ടോട്ടൽ എനർജി, സി എന്താണ്? കൈനറ്റിക് എനർജി, ബി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ഇത് ഓസിലേഷനിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ഈ ഒരു സാധനം കേട്ടോ. ഓക്കെ, അടുത്ത് ഡിറൈവ് an expression to find potential energy of a spring. ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ മക്കൾ എങ്ങനെ പഠിച്ചോ? വർക്ക് ഡൺ ടു സ്ട്രെച്ച്. ഇതൊരു സ്പ്രിങ് ആണെങ്കിൽ, ഇതൊരു സ്പ്രിങ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് എക്സ്റ്റേണൽ. ഓക്കെ, നൗ ലിസൺ. ഇവിടെ ഈ ഒരു സ്പ്രിങ്ങിനെ ആദ്യം ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വർക്ക് കാണാം. ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ഡി എക്സ്. അതിനുള്ള വർക്ക് സ്മോൾ വർക്ക് ആയിരിക്കും. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. ആ വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് എക്സ്റ്റേണലിനെ കെ എക്സ് എന്ന് വിളിക്കാം. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ്. ഓക്കെ, സോ ലിസൺ. കെ എക്സ് ഇൻറ്റു എന്തെഴുതാം? ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ കെ എക്സ് ഇൻറ്റു ഡി എക്സ്. സോ ഈ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ കെ എക്സ് ഡി എക്സ് ഫ്രം 0 ടു എക്സ് എൻ ആയിക്കോട്ടെ. അപ്പം എന്താ വരിക? കെ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇത്രയേ ഉള്ളൂ, ഹാഫ് കെ എക്സ് സ്ക്വയർ. നിങ്ങൾ സിമ്പിളായിട്ട് ഈ സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കുറേ കോൺസെപ്റ്റ്സ് പറയാണ്ട് മക്കളെ. ഇതിൻ്റെ ഉള്ളിൽ കുറേ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടാൻ ഇപ്പം നാളത്തേക്ക് വേണ്ടി ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇതിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ്സ്, ഒരു സ്പ്രിങ് അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, അത് അതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ, സ്പ്രിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്താണെന്നുള്ള കാര്യം, അതൊക്കെ പറഞ്ഞു വേണം ശരിക്കും ഇതിലേക്ക് എത്താൻ. ഞാൻ അതിലേക്കൊന്നും മൂവ് ചെയ്യുന്നില്ല. സോ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. എന്ത്? എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിൽ ഇത്ര പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്താ ആൻസർ ആണ്. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ?
ഞാൻ അതിന് ഡെപ്തിലേക്കൊന്നും പോണില്ല, സർഫസ് കൂടെ മാത്രമേ പോകുള്ളൂ കേട്ടോ. ഡെപ്ത് കൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. Several games as billiards, marbles and involve collision. Now, what is meant by completely inelastic collision? Perfectly inelastic collision. It's a collision in which only momentum will be conserved, and after collision the two bodies will stick together and move as a single system. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? Now, show that perfectly elastic collision in 1D, the relative velocity after collision is numerically equal to relative velocity before collision. അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നോക്ക് മക്കളെ, ഒരു ബോള്, ഇവൻ്റെ മാസ് m1, ഇവൻ പോകുന്ന വെലോസിറ്റി u1, അടുത്ത ബോള് ഇവൻ്റെ മാസ് m2, ഇവൻ പോകുന്ന വെലോസിറ്റി u2, അങ്ങനെ രണ്ടും കൊളൈഡ് ചെയ്യുന്നു. പിന്നെ അവർ എണീച്ചു പോകുന്നു. ഇവൻ v1ൽ പോകുന്നു, ഇവനോ v2വിൽ പോകുന്നു. ഇവൻ്റെ മാസ് m1, ഇവൻ്റെ മാസ് m2. സമ്മതല്ലേ? നൗ ലിസൺ, ഇവിടെ ഇത് ഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ മൊമെൻറ്റം കൺസേർവ് ചെയ്യും, കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൺസേർവ് ചെയ്യും. സോ ഞാൻ ആദ്യം മൊമെൻറ്റം കൺസർവേഷൻ എഴുതാൻ പോവാ. m1u1 പ്ലസ് m2u2, ഇതെന്താ? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അടുത്ത് m1v1 പ്ലസ് m2v2, ഇതെന്താ? ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ ഞാൻ m1 ഒക്കെ ഒരു ഭാഗത്തും m2 ഒക്കെ ഒരു ഭാഗത്തും ആക്കും. അപ്പോൾ എന്താ? m1u1 മൈനസ് m1v1 is equal to m2v2 മൈനസ് m2u2. m1 into u1 minus v1 is equal to m2 into v2 minus u2 എന്ന് വരും. ഓക്കെ, നൗ ഇതാണ് നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് കൺസർവേഷൻ ഓഫ് എന്തെഴുതാം? കൈനറ്റിക് എനർജി എഴുതാം. എന്താ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി? ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m1v1, സോറി ഇത് u1 ആണ്, ഇത് u2 ആണ്, ഇത് u1 ആണ്, മാറിപ്പോവരുത്, ഇത് u2 ആണ്. ഓക്കെ, u1ഉം ഇത് u2. ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയി. ഇനി ടോട്ടൽ എന്ത്? ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ. എല്ലായിടത്തുനിന്നും ഹാഫ് എന്താവൂടാ? കട്ടാവും. ഇനി ബാക്കി എന്താ ഉള്ളത് നോക്ക്. എന്താ? ഇത് m1 ആട്ടാ, m1 u1 സ്ക്വയർ പ്ലസ് m2 u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ എന്ന് വരും. റെഡി? സോ ഫ്രം ഹിയർ m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ എന്ന് വരും. ഇവിടുന്ന് m1 പുറത്തേക്ക് എടുത്താൽ m1 ഞാൻ ഇതൊന്ന് ചെറുതാക്കാം. ലിസൺ, ഞാൻ ഇതൊന്ന് ചെറുതാക്കി കാണിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ സ്പേസ് കിട്ടും. യെസ്, നോക്ക്, ലിസൺ, എന്താ വരിക നോക്ക്. m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്ന് വരും. സോ ഇതിന് ഞാൻ m1 ഇൻറ്റു u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 is equal to m2 into v2 minus u2 into v2 plus u2 എന്ന് വരും. ഇവിടെ മോളിൽ നമ്മൾ എഴുതി വെച്ച കാര്യം നോക്കിയാൽ ഈ സാധനം കണ്ടങ്ങൾ അതിൽ m1 into u1 minus v1, m1 into u1 minus v1 എന്ന് പറഞ്ഞാൽ എന്താ? m2 into v2 minus u2 ആ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും എന്താ? ഈക്വലാ. അപ്പോൾ ഈ രണ്ട് സാധനം കട്ടാവും. ഓക്കെ അല്ലേ മക്കളെ? 1 second. ലിസൺ, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും എന്താവൂടാ? കട്ടാവും. ആ രണ്ട് സംഭവങ്ങളും കട്ടായി കഴിഞ്ഞാൽ, ഓക്കെ, ആ രണ്ട് സംഭവം കട്ടായി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് നോക്ക്. u1 പ്ലസ് v1 ഇസ് ഈക്വൽ ടു v2 പ്ലസ് u2 ആണ്. ഓക്കെ, നൗ ഇവിടെ നമുക്ക് u1 മൈനസ് u2 is equal to v2 minus v1 എന്നെഴുതാം. വാട്ട് ഈസ് ദിസ്? ഇതെന്താ മക്കളെ പറ? ഇതെന്താ സംഭവം? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇതാണ് ലിസൺ. വാട്ട് ഈസ് u1 minus u2? u1 minus u2,
റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ്. വാട്ട് ഈസ് v2 മൈനസ് v1? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. അവർ രണ്ടുപേരും ന്യൂമറിക്കലി ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. രണ്ടുപേരും ന്യൂമറിക്കലി ഈക്വൽ, അതല്ലേ ഇങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ്. ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ, ബിഫോർ കൊളീഷനിലെ റിലേറ്റീവ് വെലോസിറ്റീസ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, റെഡി? ഓക്കെ, 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 ലിസൺ. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അടുത്ത, a light body and a heavy body have equal kinetic energy. So light body ഇത് heavy body, equal kinetic energies. രണ്ടു പേർക്കും kinetic energy എന്താടാ? ഈക്വൽ ആണ്. which one has greater momentum? ആർക്കാണ് greater momentum? അല്ലേ? എന്താ? നോക്ക്. അപ്പൊ momentum P is equal to മക്കളെ √2mk എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി പഠിക്കണം. ഓക്കെ, നൗ ലിസൺ. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി രണ്ടാക്കും എന്താ? സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം മൊമെന്റം ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് മാസ് എന്ന് പറയാം. അപ്പൊ മൊമെന്റം എന്താടാ? മാസ് കൂടിയാക്ക് മൊമെന്റം കൂടുതലാ, മാസ് കുറഞ്ഞാക്ക് മൊമെന്റം എന്താ? കുറവാ. എന്ത് കോൺസ്റ്റന്റ് ആണെങ്കിൽ? കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ മാസ് കൂടിയാക്ക് മൊമെന്റ് എന്താ? കൂടുതലും. മാസ് കുറഞ്ഞാക്ക് മൊമെന്റ് എന്താ? കുറവുമായിരിക്കും. ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണോ? റെഡി ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പവർ. പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പവർ എന്ന് പറയാം, അല്ലെ? സോ എക്സ്പ്രസ് power in terms of force and velocity. Power is equal to F dot V. ഇതാണ് power in terms of force and velocity equation. അല്ല ദേവിക, loss of motion വരെ അല്ല ട്ടോ. Okay, next. An elevator carrying the maximum load of 1800 kilogram is moving up with the constant speed of 2 meters per second. So we have an elevator. ഇതിന്റെ മാസ് എത്ര? എലിവേറ്ററിന്റെ മാസ് എത്ര? 1800 കിലോഗ്രാം ആണ്. ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. എത്ര വെലോസിറ്റിയിൽ? 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ. സോ ഇങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. എത്രയാ ഫ്രിക്ഷണൽ ഫോഴ്സ്? 4000 ന്യൂട്ടൺ. എത്ര? 4000 ന്യൂട്ടൺ. ഡിറ്റർമിൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ടു ദ എലിവേറ്റർ. അപ്പം ഈ മോട്ടർ ഈ എലിവേറ്ററിലേക്ക് എത്ര പവർ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. നൗ ലിസൺ. പവറിന്റെ ഇക്വേഷൻ എന്താ? പവറിന്റെ ഇക്വേഷൻ എഫ് ഡോട്ട് വി ആണ്. ഇത് ഉപയോഗിച്ചാൽ മതി. നൗ ലിസൺ. ഇവിടെ എത്ര ഫോഴ്സ് വേണം നോക്കടാ. ഇവന്റെ വെയിറ്റ് എത്ര ഉണ്ട് താഴേക്ക്? 1800 കിലോഗ്രാം ആയതുകൊണ്ട് വെയിറ്റ് 18000 ന്യൂട്ടൺ ഉണ്ടാവും. ശരിയല്ലേ? 18000 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ടാവും. ഇനി ഫ്രിക്ഷനും ഉണ്ട് താഴേക്ക്. എത്ര? 4000. അപ്പം നമ്മൾ ഇവനെ മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? നമ്മൾ മുകളിലേക്ക് എത്ര ഫോഴ്സ്? മോട്ടർ എത്ര ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് നോക്കിക്കോ. എത്ര ഫോഴ്സാ? 18000 പ്ലസ് 4000 ഉണ്ടാവും കേട്ടോ. ഇൻറ്റു എന്ത് വരും? വി എത്ര? 2. സോ എന്താ ആൻസർ? 22000 ഇൻറ്റു 2 44000 വാട്ട്സ്. കിലോ വാട്ട്സ് പറയുമ്പം 44 കിലോ വാട്ട്സ് എന്ന് പറയാം. ഇനി ഇത് എക്സ്പ്രസ് യുവർ ആൻസർ ഇൻ ഹോഴ്സ് പവർ എന്നുണ്ട്. ഹോഴ്സ് പവറിൽ നിങ്ങളുടെ ആൻസർ പറയാൻ പറഞ്ഞാൽ P is equal to 44000 നിങ്ങൾ ഹോഴ്സ് പവർ. ഓക്കെ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്ര? ജോൺസ് റോയ് ചോദിക്കുന്നുണ്ട് 22000 ഫോഴ്സ് കൊടുത്താൽ മുകളിലേക്ക് പോകൂലല്ലോ ചോദിക്കുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യനാ. 22000 ന്യൂട്ടൺ ഫോഴ്സ് മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയായി. അപ്പോൾ ആ ബോഡിയിൽ നെറ്റ് ഫോഴ്സ് 0 ഇനി ആ ബോഡിയിലേക്ക് വളരെ മൈന്യൂട്ടായിട്ടൊരു ഫോഴ്സ് വന്നാൽ പോലും ആ ബോഡി എന്ത് ചെയ്യും? മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പം നമ്മൾ ലിമിറ്റിംഗ് കേസിൽ പറയാം
ഒരു ബോഡിയെ ഇക്വിലിബ്രിയം ആക്കാൻ എത്ര ഫോഴ്സ് വേണോ ആ ഫോഴ്സ് ആണ് ബോഡിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടതെന്നാണ് പറയാം. ഓക്കെ അല്ലേ? അപ്പം മുകളിലേക്ക് കൊണ്ടുപോകാൻ എത്ര ഫോഴ്സ് മതി? 22,000 ന്യൂട്ടൺ ഫോഴ്സ് മതി. സോ അല്ല, കൈനറ്റിക് ഫ്രിക്ഷൻ വരുന്നോണ്ടൊന്നുമല്ല. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പം 10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡിയെ പൊക്കാൻ മുകളിലേക്ക് എത്ര ഫോഴ്സ് കൊടുക്കണം ചോദിച്ചാൽ 10 ന്യൂട്ടൺ എന്നാ പറയാം. കാരണം ഇവൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ഫോഴ്സ് 0 അല്ലേ. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെലോസിറ്റിയിൽ അങ്ങനെ പോകും. കാരണം എന്താ? നെറ്റ് ഫോഴ്സ് ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്ര ഫോഴ്സ് മതി? 10 തന്നെ മതി. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ വെയിറ്റ് എത്രയാണോ സെയിം ഫോഴ്സ് മതി മുകളിലേക്ക് പൊക്കാൻ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പവർ ആൻസർ കിട്ടി. ഈ പവറിനെ എന്തിൽ പറയണം? ഹോഴ്സ് പവറിൽ പറയണം. അപ്പൊ പവർ നിങ്ങൾ ഹോഴ്സ് പവറിൽ പറയാൻ പറഞ്ഞാൽ വാട്സിലുള്ള പവറിനെ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്രയാണോ കിട്ടുക അത്രയും HP ആയിരിക്കും, അത്രയും ഹോഴ്സ് പവർ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. റെഡി? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. മക്കളെ, കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത കൺസർവേറ്റീവ് ഫോഴ്സ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഫോളോഡ് ബൈ ദ ബോഡിയാണ്. അതായത് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് which does not depends on path followed by the body, only it depends on the initial and final point, then such type of force is known as conservative force. Conservative force in examples are gravitational force, electrostatic force, magnetic force. Okay, clear alle? Yes, conservative force in examples gravitation force, electrostatic force, magnetic force. Okay ആണ്. ഈ ഒരു സംഭവം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി ട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്താടാ? സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. വെൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് പോസിറ്റീവ് വർക്ക് ഓൺ എ ബോഡി. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. വെൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് എ പോസിറ്റീവ് വർക്ക് ഓൺ എ ബോഡി, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബോഡി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു ബോഡിന്റെ മുകളിൽ കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബോഡിക്ക് എന്താ സംഭവിക്കുക? യെസ്, വെരി ഗുഡ്. പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. എന്താ കാരണം? ഇവിടെ ആലോചിച്ചാൽ മതി. ഇവിടെ നോക്കടാ, ഒരു ബോള് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, താഴേക്ക് ഫ്രീ ഫോളിലാണ്. അപ്പോൾ ഇവന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സാ. അത് എന്ത് ഫോഴ്സാ? അത് കൺസർവേറ്റീവ് ഫോഴ്സാ. അപ്പൊ ആ കൺസർവേറ്റീവ് ഫോഴ്സ് താഴേക്കാണ്, ബോഡി മൂവ് ചെയ്യുന്നതും താഴേക്കാണ്. അപ്പൊ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ത് വർക്കാ? പോസിറ്റീവ് വർക്കാ ഈ കേസിൽ. ശരിയല്ലേ? അപ്പൊ ഈ ബോളിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയല്ലേ ചെയ്യുക? ആണ്. അപ്പൊ ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി കുറയായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരു ബോഡിയിൽ കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? കുറയും എന്ന് പറയാം. ഇനി ഒരു ബോഡിയിൽ കൺസർവേറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് വർക്കാണ് ചെയ്യുന്നതെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി കൂടുക ചെയ്യുക. അതെപ്പോഴാ? ഒരു ബോഡി ഞാൻ മുകളിലേക്ക് എറിയാണ്, മുകളിലേക്ക് അങ്ങ് എറിഞ്ഞു. എറിയുന്ന സമയത്ത് ബോഡി മുകളിലേക്കാ പോണ്, പക്ഷെ വെയിറ്റ് എങ്ങട്ടാ? താഴേക്കാ. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴേക്കാ, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാ. അപ്പൊ അത് എന്ത് വർക്കാ? നെഗറ്റീവ് വർക്കാ. ആര് ചെയ്യുന്ന വർക്ക്? നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്നവർക്ക് നെഗറ്റീവ് വർക്കാ. അപ്പൊ ആ നെഗറ്റീവ് വർക്ക് വരുന്ന സമയത്ത് ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി വരില്ല ചെയ്യാം മക്കളെ. സോ എന്താ? അപ്പൊ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താ ചെയ്യുക? കൂടുക ചെയ്യുക കേട്ടോ. ഇതെന്താണ്? ഈ ആൻസർ എന്താണ്? ഡിക്രീസസ് ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന് എഗെയിൻസ്റ്റിലേക്ക് ഒരു ബോഡി ചെയ്യുന്ന വർക്ക് ഓൾവേസ് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് ഇറ്റ്സ് സിമ്പിൾ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ അവന്റെ മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആ മോഷന് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രിക്ഷൻ ചെയ്യുന്ന ശരിക്കും നെഗറ്റീവ് വർക്കാണ് വരിക. ആ നെഗറ്റീവ് വർക്ക് കൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ? അതിന്റെ കൈനറ്റിക് എനർജി എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യുക അല്ലേ? അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജി കുറയുക ചെയ്യുക.
പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ്, the quantity which is conserved in an elastic collision of two bodies. Elastic collision of two bodies il the quantity which is the quantity which is conserved in an inelastic collision of two bodies is എന്താണ്? ഒരു ബോഡി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ, ഒരു ബോഡിന്റെ കൊളീഷൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ മൊമെന്റം ആണ് എന്ത് ചെയ്യപ്പെടുക, കൺസർവ് ചെയ്യപ്പെടുക. അവിടെ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യൂല. കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യണമെങ്കിൽ ആ കൊളീഷൻ എന്താവണം? കൈനറ്റിക് എനർജി മൊമെന്റും കൺസർവ് ചെയ്യണമെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷൻ ആവണം. മൊമെന്റം മാത്രം കൺസർവ് ചെയ്യണമെങ്കിൽ അതെന്താവണം? അത് പിന്നെ ഇലാസ്റ്റിക് കൊളീഷൻ ആവണം. റൈറ്റ്? ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ആൻഡ് എ ട്രക്ക് ഹാവ് സെയിം കൈനറ്റിക് എനർജീസ് അറ്റ് എ സർട്ടൻ ഇൻസ്റ്റന്റ് while they are moving along two parallel roads. Which one will have greater momentum? ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊമെന്റത്തിന്റെ ഇക്വേഷൻ P is equal root of 2mke ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ P പ്രപ്പോർഷണൽ ടു റൂട്ട് m ആണ്. അതുകൊണ്ട് മാസ് കൂടിയാക്ക എന്താ കൈനറ്റിക് എനർജി കൂടുതൽ? ട്രക്കും കാറും അല്ലേ? ആർക്കാ മാസ് കൂടുതൽ? ട്രക്കിന്. അതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക, മൊമെന്റ് ഉണ്ടാവുക? ട്രക്കിനാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? മൊമെന്റ് ഉണ്ടാവുക. സോ ആൻസർ ഈസ് ട്രക്ക് ആണ്. അടുത്ത്, if the mass of truck is 100 times greater than mass of car, so mass of car is 100 times mass of truck ആണ്. Find the ratio of velocity of truck to that of car കാണുന്നത്. സോ വെലോസിറ്റി ഓഫ് ട്രക്ക് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് കാർ നമ്മൾ കാണണം. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ലിസൺ, നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇതാണ്. മൊമെന്റം ഓഫ് എന്താണ്? മൊമെന്റം ഓഫ് കാർ, നമുക്ക് ഇതാ മൊമെന്റം ഓഫ് ട്രക്ക് ഡിവൈഡഡ് ബൈ മൊമെന്റം ഓഫ് കാർ എന്താ? റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഓഫ് ട്രക്ക് ഇൻറ്റു കൈനറ്റിക് എനർജി ബൈ റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഓഫ് കാർ ഇൻറ്റു കൈനറ്റിക് എനർജി. ഇവിടെ കൈനറ്റിക് എനർജി കട്ട് 2 കട്ട്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പറ. PT നമുക്ക് എങ്ങനെ എഴുതാം? മൊമെന്റം ഓഫ് ട്രക്ക് എങ്ങനെ എഴുതാം? മാസ് ഓഫ് ട്രക്ക് ഇൻറ്റു വെലോസിറ്റി ഓഫ് ട്രക്ക് ബൈ മാസ് ഓഫ് കാർ ഇൻറ്റു വെലോസിറ്റി ഓഫ് കാർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മാസ് ഓഫ് ട്രക്ക് ബൈ മാസ് ഓഫ് കാർ എന്നുണ്ടാവും അല്ലേ? എടാ മാസ് ഓഫ് കാർ പറഞ്ഞാൽ എന്താ? 100 ടൈംസ് മാസ് ഓഫ് ട്രക്ക് അല്ലേ? അപ്പം ഞാൻ അങ്ങനെ എഴുതാൻ പോവാ, മാസ് ഓഫ് ട്രക്ക് ഇൻറ്റു വെലോസിറ്റി ഓഫ് ട്രക്ക് ബൈ മാസ് ഓഫ് കാറിനെ 100 ഇൻറ്റു മാസ് ഓഫ് ട്രക്ക് എന്ന് എഴുതി ഇൻറ്റു VC ഇസ് ഈക്വൽ, ട്രക്കിൻ്റെ മാസ് കട്ടാവും. റൂട്ട് ഓഫ് മാസ് ഓഫ് ട്രക്ക് എന്താ? MT തന്നെ എഴുതി. മാസ് ഓഫ് കാറോ 100 എന്ത് വരും? M ട്രക്ക്, ഇത് കട്ടാവും. സോ ആൻസർ ഈസ് 1/10. സോ VT ബൈ 100 VC is equal to 1/10. ഇത് രണ്ടും കട്ടാവും. സോ വാട്ട് ഈസ് VT is equal to VT by VC is equal to 10 എന്ന് വരെ ആൻസർ അല്ലേ? എന്താ വരിക മക്കളെ? VT by VC is equal 10 into 1 10 എന്ന് വരും. സോ റേഷ്യോ കിട്ടി. ആൻസർ ഈസ് 10. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ വർക്ക് എനർജി പവറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. റൈറ്റ്? അപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കവർ ചെയ്തു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഞാൻ കവർ ചെയ്തത്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ അടുത്ത എക്സാമിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നാളെ നമ്മൾ എക്സാമിൻ്റെ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ എക്സാമിന് ഉണ്ടാവുള്ളൂ. ഐ എം ഡാം കോൺഫിഡൻറ്റ്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം, ഞാൻ ഇന്നൊരു 3.5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ 3.5 മണിക്കൂറിൻ്റെ കണ്ടന്റ് 3.25 മണിക്കൂറേ ഉണ്ടാവുള്ളൂ ഇൻ എഫക്റ്റ്, 3 മണിക്കൂറേ ഉണ്ടാവുള്ളൂ ഇൻ എഫക്റ്റ്. അപ്പോൾ ആ 3 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ഞാൻ 5 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ആ 5 ചാപ്റ്റേഴ്സിൽ നിന്നും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് അല്ലാണ്ട് ഒന്നും നാളെ എക്സാമിന് കാര്യമായിട്ട് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരില്ല.
ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്ക്, അടിപൊളിയായിട്ട് എക്സാം എഴുതും. ഓക്കെ, ബാക്കി നമുക്ക് എക്സാമിന് ശേഷം നോക്കാം. ഓക്കെ, സോ സൂപ്പറായിട്ട് പഠിക്കുക കേട്ടോ. നല്ല കോൺഫിഡൻറ്റോട് കൂടി പഠിക്കുക, അടിച്ചു പൊളിച്ചതിന് എന്ത് ചെയ്യുക, പഠിക്കുകയും ചെയ്യാം. റൈറ്റ്? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നാളെ വീണ്ടും സ്ക്രീനിൽ കാണാം. യെസ്, ജോൺസ് എന്താ പറയുക, സർ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും കൺസർവേറ്റീവ് ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി ആണോ ചോദിച്ചത്? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും കൺസർവേറ്റീവ് ആകുമോ ചോദിച്ചാൽ ഈ ഉദ്ദേശിക്കുന്നത് കൺസേർവ് ആവുമെന്നായിരിക്കും അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും കൺസർവ് ആവുമെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പൊട്ടൻഷ്യൽ എനർജി ജോൺസ്, പൊട്ടൻഷ്യൽ എനർജി ഒരിക്കലും കൺസർവ് ആവും എന്ന് പറയാൻ പറ്റൂല. പൊട്ടൻഷ്യൽ എനർജിയിൽ എന്തുണ്ടാകും? ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാകും. ഒരു ബോഡിന്റെ ടോട്ടൽ എനർജിയാണ് എന്ത് ചെയ്യല്, കൺസർവ് ചെയ്യൽ കേട്ടോ. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് എ ബോഡി വിൽ കൺസർവ്. റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്, ബൈ.